എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഗ്രൂപ്പ് ഡി RRB ഗ്രൂപ്പ് ഡി എക്സാമുകൾക്ക് ബയോളജിയിൽ നിന്നും മുൻപ് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതെല്ലാം 2022-23 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള സെൻട്രൽ എക്സാമുകളിലും അതേപോലെ ഗ്രൂപ്പ് ഡി RRBക്കും ചോദിച്ചിട്ടുള്ള കുറച്ച് ബയോളജിയിലെ ചോദ്യങ്ങൾ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു എക്സാം പോലെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതിനകത്ത് എത്ര എണ്ണം കിട്ടുന്നുണ്ട് കിട്ടുന്നില്ല എന്നുള്ളത് നോക്കുക. നമ്മൾ ക്വസ്റ്റ്യന് അതിനുശേഷം ആൻസർ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റും പറഞ്ഞാണ് നമ്മൾ ഈ ഒരു സെഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ആക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് ഹ്യൂമൻസ് ഈസ് സിമിലർ ടു ദ എമൾസിഫൈയിങ് ആക്ഷൻ ഓഫ് സോപ്സ് ആൻഡ് ഡേർട്ട്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. Which action taking place in the digestive system of humans is similar to the emulsifying action of soaps on dirt? Option A: bile salts breaking large fat globules into smaller ones. Option B: bile juice enzymes helping in digestion of starch. C: bile juice providing acidic medium. And D: bile juice providing alkaline medium. Okay. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ വന്നേക്കുന്ന ഏത് ഭാഗത്തു നിന്നാണെന്ന് മനസ്സിലാക്കാം. ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ ഒന്ന് കൊടുത്തു നോക്കാം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്ത് നമ്മൾ സോപ്പുകളിൽ ഡേർട്ടിൽ സോപ്പ് അഴുക്കിനകത്ത് പ്രവർത്തിക്കുന്ന എമൾസിഫൈയിങ് ആക്ഷൻ അത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്ത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനെ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എല്ലാവരും എഴുതിയിരിക്കുന്നു. നമുക്ക് ആൻസർ നോക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ ബൈൽ സാൾട്ട്സ് ബ്രേക്കിംഗ് ലാർജ് ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഇൻറ്റു സ്മോളർ വൺസ്. അപ്പോൾ ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എമൾസിഫിക്കേഷൻ എന്താണെന്ന് നമുക്കൊന്ന് അറിയണം അല്ലേ? എന്താണ് ഈ എമൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്ത് ദഹന ഗ്രന്ഥികളുണ്ട്, ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ഉണ്ട്. ഈ ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ആണ് നമ്മുടെ ശരീരത്തിനകത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോട്ടീൻസിനെ എന്ത് ചെയ്യുന്നത്, സ്മോളർ വൺസ് അല്ലെങ്കിൽ സിമ്പിൾ ഫോമിലേക്ക് മാറ്റുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മളെ വായിൽ വെച്ച് കഴിഞ്ഞാൽ ഉമിനീര് ഗ്രന്ഥി, സലൈവറി ഗ്ലാൻഡ് ഉണ്ട്. സലൈവറി ഗ്ലാൻഡ് കുറച്ച് എൻസൈംസിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സലൈവറി അമിലേസ്, ലൈസോസൈം പോലുള്ള എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ അവിടുന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആമാശയം, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്, സ്റ്റൊമക്കിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ഉണ്ട്. ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് എൻസൈംസ് ആണ് പെപ്സിൻ, റെനിൻ, അതേപോലെ തന്നെ ഗ്യാസ്ട്രിക് ലിപ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് വരുന്ന നമ്മൾ ചെറുകുടലിലേക്ക് പോകുമ്പം, സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുമ്പം കുറച്ച് ആൾക്കാരും കൂടെ വരുന്നുണ്ട്. അവിടെ ബൈൽ വരുന്നുണ്ട്, പിത്തരസം. നമ്മുടെ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ഡൈജസ്റ്റീവ് ജ്യൂസാണ് എന്ത്, പിത്തരസം അല്ലെങ്കിൽ ബൈൽ എന്ന് പറയുന്നത്. അതേപോലെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാറ്റിക് ജ്യൂസ് വരുന്നുണ്ട്. മനസ്സിലായോ? ഈ പാൻക്രിയാറ്റിക് ജ്യൂസിനകത്ത് കുറച്ച് എൻസൈംസ് ഉണ്ട്, പാൻക്രിയാറ്റിക് അമിലേസ്, പാൻക്രിയാറ്റിക് ലിപ്പേസ്, ട്രിപ്സിൻ പോലുള്ളത്. ഓക്കെ, ഇനി ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന, സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഡൈജസ്റ്റീവ് ജ്യൂസാണ് എന്ത്, ബൈൽ എന്ന് പറയുന്നത്, പിത്തരസം എന്ന് പറയുന്നത്. ഈ പിത്തരസത്തിനകത്ത് അല്ലെങ്കിൽ കരളിനകത്ത് എന്തില്ല, അവർക്ക് എൻസൈമുകളില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. കരളിന് എന്തില്ല, ലിവറിന് എന്തില്ല, എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. മനസ്സിലായോ? പകരം അവിടെ ഡൈജഷന് സഹായിക്കുന്നത് ഈ ഡൈജസ്റ്റീവ് ജ്യൂസാണ്. ബൈൽ എന്ന് പറയുന്ന ഡൈജസ്റ്റീവ് ജ്യൂസാണ് എന്തിനെ സഹായിക്കുന്നത്, ഡൈജഷന് വേണ്ടി സഹായിക്കുന്നത്. ഇവിടെ ബൈൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിത്തരസം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് കാര്യങ്ങളാണ് പിത്തരസം ചെയ്യുന്നത്. ഒന്നാണ് നമ്മളിവിടെ ചോദിച്ചേക്കുന്ന എമൾസിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. എമൾസിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്ത് ഫാറ്റ് മോളിക്യൂൾസ് ഉണ്ട് അല്ലയോ? അപ്പം വലിയ കൊഴുപ്പ് തന്മാത്രനെ ചെറുതാക്കി മാറ്റുന്ന ആ പ്രോസസ്സിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്, എമൾസിഫിക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എമൾസിഫിക്കേഷൻ എന്താണ്, ഒരു വലിയ കൊഴുപ്പ് തന്മാത്രനെ ചെറുതാക്കി മാറ്റുന്ന പ്രക്രിയയാണ് എന്ത്, എമൾസിഫിക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതേപോലെ രണ്ടാമത്തെ ജോലിയാണ് നമ്മുടെ ബൈൽ ചെയ്യുന്ന രണ്ടാമത്തെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആമാശയത്തിൽ നിന്ന് വരുന്ന ആഹാരം എന്ത് സ്വഭാവമായിരിക്കും, അത് അസിഡിക് നേച്ചർ ആയിരിക്കും അല്ലയോ? അപ്പം ഇറ്റ് കൺവേർട്സ് ദ അസിഡിക് നേച്ചർ ഓഫ് ഫുഡ് ഇൻ ടു ബേസിക് വൺ. മനസ്സിലായോ? അമ്ല സ്വഭാവമുള്ള അസിഡിക് നേച്ചർ ആയിട്ടുള്ള ആഹാരത്തെ എന്താക്കി മാറ്റുന്നു, ക്ഷാര സ്വഭാവമുള്ളതാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ബേസിക് ആക്കി മാറ്റുന്നു. അപ്പോൾ ഈ രണ്ട് ജോലിയാണ് ആര് ചെയ്യുന്നത്, ബൈൽ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം എമൾസിഫിക്കേഷൻ എന്ന് പറയുന്നത്, എമൾസിഫൈയിങ് പ്രോസസ്സ്, അത് ആരാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലിവർ ചെയ്യുന്ന ജോലിയാണ്. മനസ്സിലായോ? ലിവർ ചെയ്യുന്ന ജോലിയാണ്. അതെന്താണ് സംഭവിക്കുന്നത്, അവിടെ
ബ്രേക്ക് ഡൗൺ ഓഫ് ലാർജ് ഫാറ്റ് മോളിക്യൂൾസ് ഇൻ ടു സ്മോളർ വൺസ്. എന്താ എമൽസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ഓഫ് ലാർജ് ഫാറ്റ് മോളിക്യൂൾസ് ഇൻ ടു സ്മോളർ വൺസ്. അതാണ് എന്ത് എമൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലായല്ലോ. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. അടുത്ത, ദ പ്രസൻസ് ഓഫ് വിച്ച് ബാക്ടീരിയ ഇസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് വാട്ടർ പൊല്യൂഷൻ. ജലമലിനീകരണത്തിന്റെ ഒരു സിമ്പലായിട്ട്, ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഏത് ബാക്ടീരിയയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ വന്നിരിക്കുന്നത് സാൽമണല ടൈഫി, വിബ്രിയോ കോളറ, ഇ കോളി അല്ലെങ്കിൽ കോളിഫോം വിഭാഗത്തിലെ ഇ കോളി, മൈക്കോബാക്ടീരിയം, ട്യൂബർക്കുലോസിസ്. ഓക്കെ, അപ്പോൾ കുറച്ച് രോഗാണുക്കളുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സാൽമണല ടൈഫി, ടൈഫോയിഡിന് കാരണമായിട്ടുള്ള സാൽമണല ടൈഫി, വിബ്രിയോ കോളറെ, പേരിൽ തന്നെ നമുക്ക് പേര് ഇതിനകത്ത് നിന്ന് ഏത് രോഗമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇ കോളി, അതേപോലെ മൈക്കോബാക്ടീരിയം, ട്യൂബർക്കുലോസിസ്. അപ്പോൾ വാട്ടർ പൊല്യൂഷന്റെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ബാക്ടീരിയ ഏത്? ആൻസർ എഴുതിക്കോ. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിന്റെ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ കോളിയാണ് ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇ കോളി അല്ലെങ്കിൽ എസ്ചീരിയ കോളി എന്ന് പറയും. കോളിഫോം ബാക്ടീരിയയിൽ പെടുന്ന ഇ കോളി ബാക്ടീരിയ അല്ലെങ്കിൽ എസ്ചീരിയ കോളിയാണ് എന്ത് വാട്ടർ പൊല്യൂഷന്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. മനസ്സിലായോ? ഈ കോളി ബാക്ടീരിയയുടെ മറ്റ് വേറെ ചോദ്യവും വന്നിട്ടുണ്ട്. എസ്ചീരിയ കോളി. മനസ്സിലായോ? ഈ കോളി ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ വേറെ എവിടെ കാണപ്പെടുന്നുണ്ട്? നമ്മുടെ ശരീരത്തിൽ ആമാശയത്തിലും അതേപോലെ വൻകുടലിലും കാണപ്പെടുന്ന ഒരു തരം ബാക്ടീരിയ ആണ് എന്ത് ഈ കോളി ബാക്ടീരിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്താ ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആമാശയത്തിൽ അല്ലെങ്കിൽ വൻകുടൽ കാണപ്പെടുന്ന വൻകുടലിന്റെ സീക്കം എന്ന് പറയുന്ന ഭാഗം, വൻകുടലിന്റെ 3 ഭാഗങ്ങളാണ് ഇതൊക്കെ: സീക്കം, കോളൻ, റെക്ടം. സീക്കം, കോളൻ, റെക്ടം. അപ്പം സീക്കത്തിൽ കാണപ്പെടുന്ന ഒരു തരം ബാക്ടീരിയ ആണ് എന്ത് ഈ കോളി ബാക്ടീരിയ അല്ലെങ്കിൽ എസ്ചീരിയ കോളി എന്ന് പറയും. മനസ്സിലായോ? ഈ കോളി ബാക്ടീരിയ അവിടെ എന്തിന് സഹായിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ കെ, B7, B12 എന്നീ വിറ്റാമിൻസിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. ഏതൊക്കെയാ? വൈറ്റമിൻ കെ, B7, B12. പ്രധാനമായിട്ടും നമ്മൾ ഓർക്കേണ്ടത് വൈറ്റമിൻ കെ ആണ്. മനസ്സിലായോ? അപ്പോൾ വൈറ്റമിൻ കെ, B7, B12 ഈ വിറ്റാമിൻസിന്റെ എല്ലാം നിർമ്മാണത്തിന് സഹായിക്കുന്ന ഒരുതരം ബാക്ടീരിയ ആണ് എന്ത് ഈ കോളി ബാക്ടീരിയ അല്ലെങ്കിൽ എസ്ചീരിയ കോളി എന്ന് പറയും. മനസ്സിലായോ? അത് നമ്മുടെ ആമാശയത്തിൽ ഇതിന്റെ അളവ് കൂടി, ഈ ബാക്ടീരിയയുടെ പ്രസൻസ് കൂടിക്കഴിഞ്ഞാൽ അത് വൊമിറ്റിംഗ്, ഡയറിയ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് ഒക്കെ നയിക്കുന്നതാണ്. അപ്പം ഇത് ദോഷകരവുമാണ്, ഗുണകരവുമാണ്. എങ്ങനെ ഗുണകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ കെ, B7, B12 എന്നീ വൈറ്റമിൻസിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഒരു ബാക്ടീരിയ ആണ് എന്ത് ഈ കോളി ബാക്ടീരിയ. അതേപോലെ തന്നെ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താ വാട്ടർ പൊല്യൂഷന്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. വാട്ടർ പൊല്യൂഷന്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് കാണിക്കുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാലും ഈ കോളി ബാക്ടീരിയ ആണ്. ഓക്കെ, അപ്പോൾ 2 ചോദ്യങ്ങൾ നമുക്ക് കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഹെൽപ്പ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഇൻ പ്ലാന്റ്സ്? അപ്പം സസ്യങ്ങളിൽ വാതക വിനിമയത്തിന് വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസിന് സഹായിക്കുന്ന സസ്യങ്ങളുടെ ഭാഗം ഏത് അല്ലെങ്കിൽ അവയവം ഏത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. സെൽ മെംബ്രെയിൻ, ന്യൂക്ലിയസ്, സ്റ്റൊമാറ്റ, ഗോഡ് സെൽസ്. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻസ് എന്തൊക്കെയാ? സെൽ മെംബ്രെയിൻ, ന്യൂക്ലിയസ്, സ്റ്റൊമാറ്റ, ഗോഡ് സെൽസ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഹെൽപ്സ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഇൻ പ്ലാന്റ്സ്? ക്ലിയർ? അപ്പോൾ ആൻസർ എഴുതിക്കോ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഹെൽപ്സ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഇൻ പ്ലാന്റ്സ്. ഇതിന്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സ്റ്റൊമാറ്റ ആണ് ആൻസർ. സ്റ്റൊമാറ്റ എന്താണ് ഈ സ്റ്റൊമാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലകളിൽ കാണപ്പെടുന്ന, സസ്യങ്ങളുടെ ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ പോർസിനെയാണ്, ചെറിയ സുഷിരങ്ങളെയാണ് എന്ത് പറയുന്നത്? സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ സ്റ്റൊമാറ്റ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചോണം, നമ്മുടെ സസ്യങ്ങളിൽ കാണപ്പെടുന്ന ചെറു സുഷിരങ്ങളെ, സൂക്ഷ്മ സുഷിരങ്ങളെയാണ് എന്ത് പറയുന്നത്? സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഈ സ്റ്റൊമാറ്റയാണ് നമ്മുടെ സസ്യങ്ങളിൽ വാതക വിനിമയത്തിന് സഹായിക്കുന്നത്. അതായത് ഓക്സിജനെ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്ന അത്തരം പ്രവർത്തനങ്ങളിൽ പങ്കുവഹിക്കുന്നത് സസ്യങ്ങളിൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൊമാറ്റയാണ്. മനസ്സിലായോ? ഇത് കൂടാതെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന് സഹായിക്കുന്നത് ആരൊക്കെയാന്ന് നോക്കാം. ഗ്യാസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. ഗ്യാസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. ഓക്കെ, ഗ്യാസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. അപ്പം സസ്യങ്ങളിലെ വാതക വിനിമയം നടക്കുന്ന ഏതിലൂടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ പറഞ്ഞ എന്താ? സ്റ്റൊമാറ്റ.
ഒന്നെന്താ? സ്റ്റൊമാറ്റ. ഒന്ന് സ്റ്റൊമാറ്റ. രണ്ടാമത്തെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെൻറ്റിസൽ എന്ന് പറയും. ലെൻറ്റിസൽ. സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകളിൽ കാണുന്ന ചെറു സുഷിരങ്ങളാണ്. സ്മോൾ പോസ് ഇൻ ലീവ്സ്. ഇനി ലെൻറ്റിസൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ പോർസ് ഇൻ സ്റ്റെം. കാണ്ഡത്തിൽ കാണപ്പെടുന്ന ചെറുസുഷിരങ്ങളാണെന്ത്? ലെൻറ്റിസൽ എന്ന് പറയുന്നത്. കാണ്ഡത്തിൽ കാണപ്പെടുന്ന ചെറുസുഷിരങ്ങളാണെന്ത്? ലെൻറ്റിസൽ എന്ന് പറയുന്നത്. അതേപോലെ സസ്യങ്ങളിൽ അതായത് പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങളിൽ കാണപ്പെടുന്ന ഒരു ഭാഗമുണ്ട്, ഹൈഡത്തോടെന്ന് പറയും. ഹൈഡത്തോട് മനസ്സിലായോ? ഇതും എന്താ? പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങളിൽ അതിൻ്റെ ഇലയുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ചെറു സുഷിരങ്ങളാണെന്ത്? ഹൈഡത്തോട് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഈ രണ്ടെണ്ണമാണ്. എന്തൊക്കെയാ? സ്റ്റൊമാറ്റയും ലെൻറ്റിസലും. അപ്പോൾ സസ്യങ്ങളിൽ ഗ്യാസ് എക്സ്ചേഞ്ചിന് സഹായിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകളിൽ കാണപ്പെടുന്ന ചെറു സുഷിരങ്ങൾ. ലെൻറ്റിസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണ്ഡത്തിൽ കാണപ്പെടുന്ന ചെറു സുഷിരങ്ങൾ. ഓക്കെ, നമുക്ക് ഇതിനകത്തുള്ള ബാക്കിയും കൂടെ ഒന്ന് നോക്കാം. പിന്നെ പറഞ്ഞേക്കുന്നത് ഇതിനകത്ത് സെൽ മെംബ്രെയിൻ ആണ്. സെൽ മെംബ്രെയിൻ എന്താ? ഒരു കോശത്തിന്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന അതിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ, ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആണ് എന്ത്? സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അത് എല്ലാ കേസിലും ഔട്ടർ മോസ്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ജനറൽ ആയിട്ടാണ് നമ്മൾ ഔട്ടർ മോസ്റ്റ് ഡബിൾ ലെയർഡ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ചും ആനിമൽ സെല്ലിലാണെന്ത്? അത് ഔട്ടർ മോസ്റ്റിൽ വരുന്നത്. പ്ലാന്റ് സെല്ലിൽ വരുമ്പം അത് സെൽ വാളിന്റെ അകത്തായിട്ട് വരും. മനസ്സിലായോ? അപ്പോൾ ഒരു കോശത്തിന്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന രണ്ട് ഇരട്ട സ്ഥലമാണ് ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആണെന്ത്? സെൽ മെംബ്രെയിൻ. അതിന്റെ ജോലി ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമുള്ള പദാർത്ഥങ്ങളെ അകത്തേക്കും പുറത്തേക്കും കടത്തിവിടുന്നു. രണ്ടാമത് പഠിച്ചത് ന്യൂക്ലിയസ് ആണ്. രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ന്യൂക്ലിയസ്. അറിയാമല്ലോ, ഒരു കോശത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും, ഒരു കോശത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നു, ഏകോപിപ്പിക്കുന്നു. അതാണ് ആരുടെ ജോലി? ന്യൂക്ലിയസിന്റെ ജോലി. പിന്നെ കൊടുത്തിരിക്കുന്ന ഗോഡ് സെൽസ്. ഗോഡ് സെൽസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റൊമാറ്റയുടെ ചുറ്റും കാണപ്പെടുന്ന ഒരു ഭാഗമാണെന്ത്? ഗോഡ് സെൽസ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രവർത്തനം വെച്ചിട്ടാണ് ഈ സ്റ്റൊമാറ്റയുടെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്. സ്റ്റൊമാറ്റ തുറക്കുന്നതും സ്റ്റൊമാറ്റ അടയുന്നതും ഒക്കെ എന്തിന്റെ പ്രവർത്തനം മൂലമാണ്? ഈ ഗോഡ് സെൽസിന്റെ പ്രവർത്തനം മൂലമാണ്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിന്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ സി, സ്റ്റൊമാറ്റ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഇമേജ് തന്നിട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. സ്റ്റഡി ദ ഗിവൺ ഡയഗ്രാം കെയർഫുള്ളി. വിച്ച് ഓപ്ഷൻ കറക്റ്റ്ലി എക്സ്പ്ലെയിൻസ് ദ റീസൺ ഫോർ ദ അപ്പിയറൻസ് ഓഫ് ദ ബ്ലൂ ബ്ലാക്ക് കളർ? അതുകൊണ്ട് ഇവിടെ ഒരു ടെസ്റ്റ് നടത്തിയേക്കുന്നതിൻ്റെയാണ്. ഒരു പൊട്ടറ്റോ ജ്യൂസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്ത് ഇടുക? അയഡിൻ സൊല്യൂഷൻ ഇടുക. ആ അയഡിൻ സൊല്യൂഷൻ ഇടുമ്പോഴത്തേക്കിനും ആ പൊട്ടറ്റോ ജ്യൂസ് എന്തായിട്ട് മാറുന്നു? ഒരു ബ്ലൂ ബ്ലാക്ക് കളറായിട്ട് മാറുന്നു. ആ ഒരു ഇമേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ RRB എക്സാമുകൾക്ക് എന്ത് തരുന്നുണ്ട്? ഇമേജ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം ഹൃദയത്തിൻ്റെ ഒരു ഇമേജ് തന്നിട്ട് ഹൃദയത്തിൻ്റെ ഓരോ ഭാഗത്തും എന്തൊക്കെ വർക്കിംഗ് ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗമാണ്, അതേപോലെ കിഡ്നിയുടെ പടം വെച്ചിട്ട് WBCകളുടെ പടം തന്നിട്ട് അതിനെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ കാണപ്പെടുന്ന ഇമേജുകൾ എല്ലാവരും പഠിക്കണം. ആ ഇമേജ് വെച്ച് നിങ്ങൾ പഠിക്കണം. കാരണം എക്സാമിന് ചോദിക്കുന്നത് ആ ഇമേജ് ആയിരിക്കും. മനസ്സിലായോ? അപ്പം ഇവിടെ നമുക്ക് നോക്കാം. സ്റ്റഡി ദ ഗിവൺ ഡയഗ്രാം കെയർഫുള്ളി. വിച്ച് ഓപ്ഷൻ കറക്റ്റ്ലി എക്സ്പ്ലെയിൻസ് ദ റീസൺ ഫോർ ദ അപ്പിയറൻസ് ഓഫ് ബ്ലൂ ബ്ലാക്ക് കളർ? അത് മാത്രമാണ് ക്വസ്റ്റിന് കൊടുത്തിരിക്കുന്നത്. ഈ പടത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്ത് സൊല്യൂഷനാണ് ഇടുന്നതെന്ന്. അയഡിൻ ആണ് നമ്മൾ ഇടുന്നതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അയഡിൻ ഇട്ടപ്പോഴത്തേനും പൊട്ടറ്റോ ജ്യൂസ് എന്തായിട്ട് മാറുന്നു? ബ്ലൂ ബ്ലാക്ക് കളറായിട്ട് മാറുന്നു. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. ഇവിടെ പൊട്ടറ്റോ ജ്യൂസ് കണ്ടെയ്ൻസ് പ്രോട്ടീൻസ് വിച്ച് ടേൺ ബ്ലൂ ബ്ലാക്ക് വിത്ത് അയഡിൻ. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ? പൊട്ടറ്റോ ജ്യൂസ് contains proteins which turn blue black with iodine. രണ്ടാമത്തെ ചോദ്യം, potato juice contains starch which turns blue black with iodine. മൂന്നാമത്തത്, potato juice contains glucose which turns blue black with iodine. നാലാമത്തത്, potato juice contains fat which turns blue black with iodine. ഓക്കെ, അപ്പം അയഡിൻ ടെസ്റ്റ് ഇവിടെ യഥാർത്ഥത്തിൽ എന്തിൻ്റെ ഇമേജ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്? അയഡിൻ ടെസ്റ്റ് നടത്തുന്ന ഒരു ഇമേജാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ അയഡിൻ ടെസ്റ്റ്? അന്നജത്തിന്റെ സാന്നിധ്യം അറിയാൻ വേണ്ടിയിട്ട്, സ്റ്റാർച്ചിന്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ടെസ്റ്റാണ് എന്ത്? അയഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സ്റ്റാർച്ചിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആ സൊല്യൂഷൻ എന്തായിട്ട് മാറുന്നു? ഒരു ഡാർക്ക് ബ്ലൂ കളർ അല്ലെങ്കിൽ ബ്ലൂ ബ്ലാക്ക് കളറായിട്ട് മാറുന്നു.
അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അങ്ങനെ ആ സൊല്യൂഷൻ ബ്ലൂ ബ്ലാക്ക് കളറായിട്ട് മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സൊല്യൂഷനകത്ത് എന്തടങ്ങിയിട്ടുണ്ട്? സ്റ്റാർച്ച് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർച്ച് കണ്ടെത്താനുള്ള ഒരു ടെസ്റ്റാണ് എന്ത്? സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് കണ്ടെത്തുന്ന ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഏതാ? ആൻസർ ബി ആണ്. ആൻസർ ബി ആണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം. ഓക്കെ, formation of urine in the kidneys involves the given 3 processes in which of the following sequences? Option A, filtration, elimination, selective reabsorption. രണ്ടാമത്തത് filtration, selective reabsorption, elimination. മൂന്നാമത്തത് selective reabsorption, filtration, elimination. നാലാമത്തെ ഓപ്ഷൻ selective reabsorption, elimination, filtration. ഓക്കെ, അപ്പം 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയിലൂടെയുള്ള അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇത് ആൻസർ ഒന്ന് എഴുതിക്കൂ. ഇതിൻ്റെ ആൻസർ എഴുതിക്കൂ. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നു ഇത് ഏത് ചാപ്റ്ററിൽ, ഇത് ഏത് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടാന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം, കിഡ്നിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കാണുമ്പം നമുക്ക് എക്സ്ക്രീറ്ററി സിസ്റ്റമാണ്. മനസ്സിലായോ? പിന്നെ എന്തിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് യൂറിൻ ആണ്. യൂറിൻ്റെ ഫോർമേഷനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. യൂറിൻ്റെ ഫോർമേഷൻ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ നെഫ്രോൺസ് അറിയാമല്ലോ, നമ്മുടെ കിഡ്നി അല്ലെങ്കിൽ വൃക്ക നമ്മുടെ ശരീരത്തിലെ രക്തത്തിൽ നിന്നും പ്രധാനപ്പെട്ട വിസർജന വസ്തുവായ യൂറിയനെ നീക്കം ചെയ്യുന്ന, യൂറിയ പോലുള്ള മറ്റു മാലിന്യങ്ങളെയും നീക്കം ചെയ്യുന്ന അരിപ്പകളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അവയവമാണെന്ത്? വൃക്ക എന്ന് പറയുന്നത്, കിഡ്നി എന്ന് പറയുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സ്ക്രീറ്ററി ഓർഗൻ ഇൻ അവർ ബോഡി. അതാണ് എന്ത്? വൃക്ക എന്ന് പറയുന്നത്. ആ വൃക്കയുടെ ഏറ്റവും ബേസിക് യൂണിറ്റ് ആണെന്ത്? അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റ് ആണെന്ത്? നെഫ്രോൺസ് എന്ന് പറയുന്നത്. നമുക്കറിയാം 2 വൃക്കകളിലായിട്ട് ഏകദേശം 12 ലക്ഷം നെഫ്രോൺസ് ആണ് നമുക്കുള്ളത്. അതിനകത്ത് ഒരു നെഫ്രോണിൻ്റെ വർക്കിംഗ് വെച്ചിട്ട് നമുക്ക് യൂറിൻ ഫോർമേഷൻ ഒന്ന് പഠിക്കാം. ഓക്കെ, ഒരു നെഫ്രോണിൻ്റെ സ്ട്രക്ചർ നിങ്ങളൊന്ന് നോക്കാം. ഒരു നെഫ്രോൺ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു നെഫ്രോണിനകത്ത് ഒരു ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആയിട്ടുള്ള ഒരു ഡബിൾ ലെയർ ഉള്ള ഒരു കപ്പ് ഷേപ്പ്ഡ് സ്ട്രക്ചർ കാണാം. അതാണ് എന്ത്? ബൗമൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയും. ഇതിനാണ് ബൗമൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ഇരട്ടഭിത്തിയോട് കൂടിയ കപ്പാകൃതിയിലെ ഘടകമാണെന്ത്? ബൗമൻസ് ക്യാപ്സ്യൂൾ. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലാണെന്ത്? വൃക്കാധമനി, റീനൽ ആർട്ടറി എന്ന് പറയും. മനസ്സിലായോ? ഈ റീനൽ ആർട്ടറിയിൽ നിന്ന് ഒരു ബ്രാഞ്ച് എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? ബൗമൻസ് ക്യാപ്സ്യൂളുടെ അകത്തേക്ക് പോകുന്നുണ്ട്. മനസ്സിലായോ? ആ ബൗമൻസ് ക്യാപ്സ്യൂളുടെ അകത്തേക്ക് പോകുന്ന ആ ബ്രാഞ്ചിന് പറയുന്ന പേരാണ് അഫറന്റ് വെസൽ. ബൗമൻസ് ക്യാപ്സ്യൂളുടെ ബ്രാഞ്ചിലേക്ക് അകത്തേക്ക് പോകുന്ന ആ ബ്രാഞ്ചിന് പറയുന്ന പേരാണ് അഫറന്റ് വെസൽ. ഈ അഫറന്റ് വെസൽ ബൗമൻസ് ക്യാപ്സ്യൂളുടെ അകത്ത് ഒരു നെറ്റ്വർക്കായിട്ട് മാറും. മനസ്സിലായോ? ഈ നെറ്റ്വർക്കായിട്ട് മാറുന്ന ഈ ഭാഗമാണെന്ത്? ഗ്ലോമർലസ് എന്ന് പറയും. നെറ്റ്വർക്കായിട്ട് മാറുന്ന ഈ ഭാഗമാണ് ഗ്ലോമർലസ്. ഓക്കെ, ഇനി ഈ നെറ്റ്വർക്കിന്റെ അടുത്ത അറ്റം എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതിന്റെ അടുത്ത അറ്റം എങ്ങോട്ട് പോകുന്നു? പുറത്തേക്ക് പോകുന്നു. ഇതാണ് എന്ത്? ഇഫറന്റ് വെസൽ. മനസ്സിലായോ? അപ്പൊ ബൗമൻസ് ക്യാപ്സ്യൂളുടെ അപ്പുറത്തുനിന്ന് വരുന്ന ആരാ? അഫറന്റ് വെസൽ. കറങ്ങി തിരിഞ്ഞ് ഇപ്പുറത്തൂടെ പോകുന്ന ആരാ? ഇഫറന്റ് വെസൽ. മനസ്സിലായോ? അപ്പം ഇരട്ടഭിത്തിയോട് കൂടിയുള്ള കപ്പാകൃതിയിലെ ഘടകമാണ് ബൗമൻസ് ക്യാപ്സ്യൂൾ. നമുക്കറിയാം ബൗമൻസ് ക്യാപ്സ്യൂൾ എന്ന പേര് കൊടുത്തത് ആരുടെ പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്യം ബൗമാന്റെ പേരിലാണ്. മനസ്സിലായോ? ഇതിൻ്റെയൊക്കെ പ്രവർത്തനവും മറ്റും വിശദീകരിച്ച വ്യക്തിയാണ് ആര്? വില്യം ബൗമാൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ ആദരസൂചകമായിട്ടാണ് ഇതിന് എന്ത് പേര് കൊടുത്തിരിക്കുന്നത്? ബൗമൻസ് ക്യാപ്സ്യൂൾ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ഇനി വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്നതാണ് റീനൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ച് എങ്ങോട്ടേക്ക് പോകുന്നു? ബൗമൻസ് ക്യാപ്സ്യൂളിലേക്ക് പോകുന്നു. ആ ബ്രാഞ്ചിന്റെ പേരാണ് അഫറന്റ് വെസൽ. ബൗമൻസ് ക്യാപ്സ്യൂളിന്റെ അകത്തേക്ക് ഒരു ലോമികാജാലമായിട്ട്, ഒരു നെറ്റ്വർക്കായിട്ട് മാറുന്നു. ആ നെറ്റ്വർക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോമർലസ്. ഓക്കെ, ഗ്ലോമർലസ്. ഈ ഗ്ലോമർലസിന്റെ ഒരറ്റം എന്ത് ചെയ്യുന്നുണ്ട്? മറ്റേ പുറത്തേക്ക് പോകുന്നു. അതാണ് എന്ത്? ഇഫറന്റ് വെസൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഈ ബൗമൻസ് ക്യാപ്സ്യൂളിന്റെ തുടർച്ച, ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണെന്ത്?
ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഇങ്ങനെ പോകുന്നുണ്ട്. ബൗമൻസ് ക്യാപ്സ്യൂളുടെ ഒരു തുടർച്ചയായിട്ട് പോകുന്ന ഭാഗം ഇതിനെയാണ് നമ്മൾ വൃക്കാനളിക അല്ലെങ്കിൽ റീനൽ കനാൽ എന്ന് പറയും. മനസ്സിലായോ? റീനൽ കനാൽ അല്ലെങ്കിൽ വൃക്കാനളിക എന്ന് പറയും. ഇത് ചെന്ന് അവസാനിക്കുന്നതാണെന്ത്? ഇത് ചെന്ന് അവസാനിക്കുന്ന ഭാഗമാണെന്ത്? കളക്റ്റിംഗ് ഡക്ട്, ശേഖരണ നാളി, കളക്റ്റിംഗ് ഡക്ട്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇത്രയാണ് ഒരു നെഫ്രോണിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു ഡബിൾ ലെയർഡ് കപ്പ് ഷേപ്ഡ് സ്ട്രക്ചറാണ് ബൗമൻസ് ക്യാപ്സ്യൂൾ. ബൗമൻസ് ക്യാപ്സ്യൂളിലേക്ക് വരുന്ന റീനൽ ആർട്ടറിയുടെ ബ്രാഞ്ച് അഫറന്റ് വെസൽ, അതൊരു നെറ്റ്വർക്ക് ആയിട്ട് മാറുന്നു, അതാണ് ഗ്ലോമർലസ്. അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എഫറന്റ് വെസൽ. ഇനി ബൗമൻസ് ക്യാപ്സ്യൂളിന്റെ തുടർച്ചയായിട്ട് പോകുന്ന വൃക്കാനളിക അല്ലെങ്കിൽ റീനൽ കനാൽ, കനാൽ അത് വന്ന് ശേഖരിക്കുന്ന എവിടെ? കളക്റ്റിംഗ് ഡക്റ്റിലാണ്. ഡക്റ്റിലാണ് ശേഖരിക്കപ്പെടുന്നത്. ഓക്കെ, ഇനി ഇഫറന്റ് വെസൽ ഇവിടെ പാതിക്ക് നിൽക്കുക അല്ലേ? അപ്പോൾ ഈ ഇഫറന്റ് വെസലിന്റെ തുടർച്ച എവിടെ പോകുന്നുണ്ട്? നമ്മുടെ വൃക്കാനളികയെ ചുറ്റി നിൽക്കുന്നുണ്ട്. മനസ്സിലായോ? വൃക്കാനളികയെ ചുറ്റി നിൽക്കുന്നുണ്ട്. ഇതിനെയാണ് ബാഹ്യനളിക ലോമിക ജാലം എന്ന് പറയുന്നത്. എന്താ ബാഹ്യനളിക ലോമിക ജാലം എന്ന് പറയുന്നത്? പെരിട്യൂബുലാർ ക്യാപ്പിലറി എന്ന് പറയും. പെരിട്യൂബുലാർ ക്യാപ്പിലറി അല്ലെങ്കിൽ ബാഹ്യനളിക ലോമിക ജാലം എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. എങ്ങനെയാണ് യൂറിൻ ഫോർമേഷൻ? ഇതാണ് നെഫ്രോണിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് എന്ത് നോക്കാം? യൂറിൻ ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നെഫ്രോണിന്റെ സ്ട്രക്ചർ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് യൂറിൻ ഫോർമേഷൻ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കറിയാം വൃക്കാധമനിയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? റീനൽ ആർട്ടറിയാണ് നമ്മൾ ഫിൽട്ടർ ചെയ്യേണ്ട ബ്ലഡിനെ വൃക്കയിലേക്ക്, കിഡ്നിയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ താണ്ടെ ഈ രണ്ട് വെസലൊന്ന് നോക്കിയേ, അഫറന്റ് വെസലും ഇഫറന്റ് വെസലും നോക്കിയേ. ഇത് കാണുമ്പോൾ, ഇതിൻ്റെ ഇമേജ് കാണുമ്പോൾ തന്നെ അറിയാം ഇത് രണ്ടിൻ്റെയും വ്യാസം എന്ന് പറയുന്നത് എന്താ? വ്യത്യാസമാണ് അല്ലേ? അഫറന്റ് വെസലിൻ്റെ വ്യാസം ഇഫറന്റ് വെസലിനേക്കാൾ കൂടുതലാണ്. അതായത് നമ്മുടെ വൃക്കയിലേക്ക് അല്ലെങ്കിൽ നെഫ്രോണിലേക്ക് വരുന്ന രക്തത്തിൻ്റെ അളവ് എന്തായിരിക്കും? ഇതിനകത്തോട്ടേക്ക് കയറുന്ന രക്തത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. എന്നാൽ അത്രയും രക്തം ഇതിലേക്കൂടെ ഇറങ്ങിപ്പോവോ? ഇല്ല, അല്ലയോ? അത്രയും രക്തം ഇതിലേക്കൂടെ ഇറങ്ങിപ്പോകത്തില്ല. മനസ്സിലായോ? അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇവിടെ രക്തത്തിൻ്റെ അളവ് കൂടും. നമ്മുടെ ഗ്ലോമർലെസ്സിൽ രക്തത്തിൻ്റെ അളവ് കൂടും. രക്തത്തിൻ്റെ അളവ് കൂടുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? അവിടെ ഒരു പ്രഷർ അനുഭവപ്പെടും. മനസ്സിലായോ? പ്രഷർ അനുഭവപ്പെടും. ആ പ്രഷർ മൂലം നമ്മുടെ രക്തത്തിൻ്റെ ബ്ലഡിലെ ഭാഗമായിട്ടുള്ള പ്ലാസ്മയിലെ ചില ഘടകങ്ങൾ എന്ത് ചെയ്യും? അരിച്ചിറങ്ങാൻ തുടങ്ങും. ആ പ്രഷറിന് കാരണം. മനസ്സിലായോ? അങ്ങനെ അരിച്ചിറങ്ങി എങ്ങോട്ടേക്ക് ഇറങ്ങും? എങ്ങോട്ടിറങ്ങും? നമ്മുടെ ക്യാപ്സുലാർ സ്പേസിലേക്ക്. അതായത് ബൗമൻസ് ക്യാപ്സ്യൂളിൻ്റെ രണ്ട് ലെയർ ഉണ്ടല്ലോ, ആ ലെയറിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിന് പറയുന്ന പേരാണ് ക്യാപ്സുലാർ സ്പേസ്. ആ ക്യാപ്സുലാർ സ്പേസിലേക്ക് അരിച്ചിറങ്ങും. അങ്ങനെ അരിച്ചിറങ്ങുന്ന ഈ ദ്രാവകത്തിനെയാണ് നമ്മൾ ഗ്ലോമറുലസ് ഫിൽട്രേറ്റ് എന്ന് പറയുന്നത്. എന്താ? ഗ്ലോമറുലസ് ഫിൽട്രേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ? ഇതാണ് എന്ത്? ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? സൂക്ഷ്മ അരിക്കൽ അല്ലെങ്കിൽ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂറിൻ ഫോർമേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? യൂറിൻ ഫോർമേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിൽട്രേഷൻ ആണ്. ഫിൽട്രേഷൻ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഈ ക്യാപ്സുലാർ സ്പേസിലേക്ക് അരിച്ചിറങ്ങിയ ഗ്ലോമറുലസ് ഫിൽട്രേറ്റ് ഇനി എന്തോ ചെയ്യും? നമ്മുടെ ഈ വൃക്ക നളികയിലേക്ക്, അതായത് റീനൽ കനാലിലേക്ക് ഇറങ്ങും. മനസ്സിലായോ? ഈ ക്യാപ്സുലാർ സ്പേസിൽ നിന്നും ഗ്ലോമറുലസ് ഫിൽട്രേറ്റ് നേരെ എങ്ങോട്ടേക്ക് ഇറങ്ങും? വൃക്ക നളികയിലേക്ക് ഇറങ്ങും. വൃക്ക നളികയിൽ വെച്ച് ഇവിടെ റീ അബ്സോർപ്ഷൻ നടക്കുന്നു, അതായത് പുനരാഗീരണം നടക്കുന്നു. വൃക്ക നളികയിൽ വെച്ച് പുനരാഗീരണം നടക്കുന്നു. അതായത് വൃക്കാനളികയിലേക്ക് കയറിയ ഗ്ലോമറുലസ് ഫിൽട്രേറ്റിൻ്റെയും 99% എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബാഹ്യനളികാ ലോമിക ജാലത്തിലേക്ക് കയറുന്നുണ്ട്. മനസ്സിലായോ? ബാഹ്യനളികാ ലോമിക ജാലത്തിലേക്ക് കയറുന്നുണ്ട്. ക്ലിയർ ആണോ? വീണ്ടും അബ്സോർബ് ചെയ്യുക അല്ലേ? രണ്ട് രീതിയിലാണ് അവിടെ അബ്സോർപ്ഷൻ നടക്കുന്നത്. ഒന്ന് പാർഷ്യൽ അബ്സോർപ്ഷനും ഒന്ന് ഫുൾ അബ്സോർപ്ഷനും നടക്കുന്നുണ്ട്. അതായത് പൂർണ്ണമായിട്ടും അബ്സോർബ് ചെയ്യുന്നുണ്ട്, റീ അബ്സോർബ് ചെയ്യുന്നുണ്ട്, പാർഷ്യലായിട്ട് ചില സാധനങ്ങളെ റീ അബ്സോർബ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? പൂർണ്ണമായിട്ടും റീ അബ്സോർബ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? എന്തൊക്കെയാ? ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്. ഇതൊക്കെ എന്താ? പൂർണ്ണമായും പുനരാഗീരണം ചെയ്യപ്പെടുന്നവ. ഇനി പാർഷ്യലായിട്ട് കയറുന്നവരാണ് ആരൊക്കെ? H+, അതേപോലെ K+, സോഡിയം, കാൽഷ്യം,
യൂറിയ പോലുള്ള സാധനങ്ങൾ എന്ത് ചെയ്യും, പാർഷ്യലായിട്ട് ബാഹ്യനളികാ ലോമിക ജാലത്തിലേക്ക് കയറും. മനസ്സിലായോ? ഇതാണ് റീ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? റീ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റീ അബ്സോർപ്ഷൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ ഗ്ലോമറുലസ് ഫിൽട്രേറ്റ് എവിടെ ഈ നമ്മുടെ ക്യാപ്സുലാർ സ്പേസിൽ ഗ്ലോമറുലസ് ഫിൽട്രേറ്റ് ഉണ്ട്. ആ ഫിൽട്രേറ്റ് എങ്ങോട്ടേക്ക് ഇറങ്ങും? നമ്മുടെ റീനൽ കനാലിലേക്ക് ഇറങ്ങും. റീനൽ കനാലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് 99%, അതായത് ഗ്ലോമറുലസ് ഫിൽട്രേറ്റിന്റെ 99% എന്ത് ചെയ്യുന്നു? പുനരാഗിരണം ചെയ്യുന്നു. എന്താ ഈ പുനരാഗിരണം എന്ന വാക്കിന്റെ അർത്ഥം? വീണ്ടും നമ്മുടെ ശരീരം സ്വീകരിക്കുന്നു, അല്ലയോ? ശരീരം വീണ്ടും സ്വീകരിക്കുന്നതാണ് എന്ത്? ആഗിരണം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം സ്വീകരിക്കുന്നതിനെയാണ് ആഗിരണം, അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. റീ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും സ്വീകരിക്കുന്നു എന്നുള്ളത്. അങ്ങനെ വീണ്ടും സ്വീകരിക്കുന്നു, വീണ്ടും നമ്മുടെ ശരീരം സ്വീകരിക്കുന്നു, അതായത് റീ അബ്സോർബ് ചെയ്യുന്നു. രണ്ട് രീതിയിൽ റീ അബ്സോർബ് ചെയ്യുന്നു. ഒന്ന് പൂർണ്ണമായിട്ടും റീ അബ്സോർബ് ചെയ്യുന്നു, മറ്റേത് പാർഷ്യലായിട്ടും ചെയ്യുന്നു. പൂർണ്ണമായിട്ടും ചെയ്യുന്ന ഏതൊക്കെ? ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്. പാർഷ്യലായിട്ട് ചെയ്യുന്നത് H+, K+, പൊട്ടാസ്യം, സോഡിയം, അതേപോലെ കാൽഷ്യം പോലുള്ള സാധനങ്ങൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം നമ്മുടെ ഈ എഫറൻറ്റ് വെസൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? നല്ല രക്തം, നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ശുദ്ധമായ രക്തം കൊണ്ടുപോകുന്ന ആളാണ് ആര്? ഈ എഫറൻറ്റ് വെസൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതൊരു കൃത്യമായ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് അതിനകത്തുള്ള രക്തത്തിന് അതിൻ്റെ ഘടകങ്ങളുടെ കൃത്യമായ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. മനസ്സിലായോ? ആ സമയത്താണ് ഇവിടുന്ന് 99% നേരെ അങ്ങോട്ടേക്ക് കയറുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ബാലൻസ് തെറ്റുമല്ലോ. അങ്ങനെ ബാലൻസ് തെറ്റുന്നു. അങ്ങനെ ബാലൻസ് തെറ്റുമ്പോൾ എന്ത് പറ്റുന്നു? നമ്മൾ ഈ ആഹാരമൊക്കെ ഒരുപാട് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഒരു ദിവസം ഒരു 4-5 കല്യാണത്തിന് പോയി അവിടുന്ന് എല്ലാം ബിരിയാണിയും സദ്യയും അതും ഇതും എല്ലാം കഴിക്കുമ്പോഴത്തേക്കിനും പിന്നെ നമുക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അതായത് നമ്മൾ പിന്നീട് വീണ്ടും കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് പുറത്തേക്ക് ചാടും, അല്ലയോ? നമ്മൾ പുറത്തേക്ക് ഛർദ്ദിച്ച് കളയും. അതായത് നമ്മുടെ ബോഡി നമ്മുടെ ശരീരത്തിന് ഒരു ബാലൻസ് ഉണ്ട്. ഫുഡ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാലൻസിലാണ് നിൽക്കുന്നത്. അതിന് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി റിജക്റ്റ് ചെയ്യും. കഴിക്കുന്ന ആഹാരത്തിനെ, കുടിക്കുന്ന വെള്ളം, അതെല്ലാം റിജക്റ്റ് ചെയ്യും. അതാണ് നമ്മൾ ഛർദ്ദിച്ച് കളയുന്നത്. മനസ്സിലായോ? അതേപോലെ തന്നെ ഇവിടെയും സംഭവിക്കുന്നത്. ഇവിടെ ഈ ബാഹ്യനളികാ ലോമിക ജാലം, പെരി ട്യൂബുലാർ ക്യാപ്പിലറിക്കകത്ത് എന്താ സംഭവിക്കുന്നത്? അവിടെ നല്ല രീതിയിൽ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് രക്തം പൊക്കോണ്ടിരിക്കുക. അന്നേരം എന്താണ്ട് 99% ഗ്ലോമറുലസ് ഫിൽട്രേറ്റ് അതിനകത്തോട്ട് കയറുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ബാലൻസ് തെറ്റും. ബാലൻസ് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിയാക്ട് ചെയ്യും. എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഹ്യനളികാ ലോമിക ജാലത്തിലെ കുറേ പദാർത്ഥങ്ങളെ തിരിച്ചാർക്ക് കൊടുക്കും? റീനൽ കനാലിലേക്ക് കൊടുക്കും. മനസ്സിലായോ? ആരെങ്കിലും അല്ല കൊടുക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ഒട്ടും തന്നെ വേണ്ടാത്ത H+, K+, യൂറിയ എന്നിവയെ നമ്മുടെ യൂറിയയെ എന്ത് ചെയ്യും? നമ്മുടെ ബാഹ്യനളികാ ലോമിക ജാലം, പെരി ട്യൂബുലാർ ക്യാപ്പിലറീസ് എന്ത് ചെയ്യും? റീനൽ കനാലിലേക്ക് തിരിച്ചു കൊടുക്കും. ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ്. എന്താ രണ്ടാമത്തെ സ്റ്റേജ്? റീ അബ്സോർപ്ഷൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒന്നാമത് ഫിൽട്രേഷൻ നടന്നു, രണ്ടാമത്തത് റീ അബ്സോർപ്ഷൻ നടന്നു. ഇനി മൂന്നാമത്തെ സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൃക്കാനളികയിൽ നിന്ന് നേരെ അത് എങ്ങോട്ടൊക്കെ കയറുന്നത്? നമ്മുടെ കളക്റ്റിംഗ് ഡക്റ്റിലേക്കാണ് കയറുന്നത്, ശേഖരണ നാളിയിലേക്കാണ് കയറുന്നത്. ഈ ശേഖരണ നാളിയിൽ വെച്ച് അധികമായിട്ടുള്ള ജലത്തിനെ എന്ത് ചെയ്യും? വീണ്ടും ആഗിരണം ചെയ്യും. മനസ്സിലായോ? വീണ്ടും ആഗിരണം ചെയ്തിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യുന്നു? മൂത്രമായിട്ട് പുറന്തള്ളപ്പെടുന്നു. മനസ്സിലായോ? ഇതാണ് ഫൈനൽ സ്റ്റേജ്. എന്താണ്? എലിമിനേഷൻ. മനസ്സിലായോ? ഇതാണ് യൂറിൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. സ്ട്രക്ചർ വെച്ചിട്ട് പല ചോദ്യങ്ങൾ ഇതിനകത്ത് വരാം. അതായത് ഫാൾസ് സ്റ്റേറ്റ്മെന്റ്, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ രീതിയിൽ ഇതിന്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കാം, യൂറിൻ ഫോർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കാം. അപ്പോൾ നമ്മളിവിടെ നെഫ്രോണിന്റെ സ്ട്രക്ചറും പഠിച്ചു, യൂറിൻ ഫോർമേഷൻ എങ്ങനെയാണെന്നും പഠിച്ചു. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം. Formation of urine in the kidneys involves the given 3 processes in which of the following sequences? Option A, filtration, elimination, selective reabsorption. Option B, filtration, selective reabsorption, elimination. And C, selective reabsorption, filtration, elimination. And D, selective reabsorption, elimination and filtration. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ? യൂറിൻ ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യം എന്ത് നടക്കുന്നു? ഫിൽട്രേഷൻ നടക്കുന്നു. ഫസ്റ്റ് ഓപ്ഷൻ ഫിൽട്രേഷൻ വരുന്നത് എയും ബിയും. രണ്ടാമത് നടക്കുന്നു റീ അബ്സോർപ്ഷൻ നടക്കുന്നു, സെലക്റ്റീവ് റീ അബ്സോർപ്ഷൻ നടക്കുന്നു. രണ്ടെണ്ണം കിട്ടിയപ്പോൾ തന്നെ ഉത്തരമായി അല്ലേ? ഫിൽട്രേഷൻ, സെലക്റ്റീവ് റീ അബ്സോർപ്ഷൻ, എലിമിനേഷൻ. ഇതാണ് യൂറിൻ ഫോർമേഷൻ്റെ പ്രോപ്പർ പ്രോസസ്സ് എന്ന് പറയുന്നത്, ആ ഒരു സീക്വൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
Okay, which of the following is not an example of asexual reproduction? Which of the following is not an example of asexual reproduction? Option A, budding, B, fragmentation, C, grafting, and D, binary fission. ഓക്കെ ആണല്ലോ. അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷന് എക്സാമ്പിൾ അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ബഡ്ഡിങ്, ഫ്രാഗ്മെന്റേഷൻ, ഗ്രാഫ്റ്റിംഗ് ആൻഡ് ബൈനറി ഫിഷൻ. ക്ലിയർ? ഇതിൻ്റെ ആൻസർ എഴുതിക്കോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? ആൻസർ സി ആണെന്ത്? ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് എന്തിൻ്റെ എക്സാമ്പിൾ അല്ല? അതൊരു അസെക്ഷൽ റീപ്രൊഡക്ഷന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഗ്രാഫ്റ്റിങ്ങും നടക്കുന്ന എങ്ങനെ തന്നെ നമ്മുടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ തന്നെയാണ്. പക്ഷേ അവിടെ മനുഷ്യൻ്റെ ഇൻവോൾവ്മെൻറ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട് അല്ലേ? അവിടെ ഒരു മനുഷ്യൻ്റെ ഇൻവോൾവ്മെൻറ്റിലൂടെ നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ് പ്രൊപ്പഗേഷൻ ആണ് നമുക്ക് പറയാം. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, നമ്മൾ ഈ മാവിലൊക്കെ ഈ ഓർക്കിഡിനെ വെച്ച് കെട്ടി അവിടെ ഓർക്കിഡ് വളർത്താറുണ്ട് ഇല്ലയോ? അതിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അവിടെ അതിനെയാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ മനുഷ്യൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റും മറ്റും വരുന്നത് കൊണ്ട് അതിനെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ, അതായത് നമ്മൾ വെച്ചാലേ അത് വളരത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അതൊരു അസെക്ഷൽ റീപ്രൊഡക്ഷനായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നില്ല. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം ഗ്രാഫ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ബഡ്ഡിങ്. ബഡ്ഡിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതൃജീവിയുടെ, നമ്മുടെ പാരൻ്റ് ഓർഗാനിസത്തിൻ്റെ ഒരു ഭാഗം അതിൻ്റെ വളർച്ചയിൽ നിന്നോ അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന മുകുളങ്ങളിൽ നിന്നോ ബഡിൽ നിന്നോ പുതിയ ജീവികൾ ഉണ്ടാവും. അതാണ് എന്ത്? ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഈസ്റ്റ്, ഹൈഡ്രയിലൊക്കെ നടക്കുന്ന എന്താ? ഈസ്റ്റ്, ഹൈഡ്ര പോലുള്ള ജീവികളിൽ നടക്കുന്നത് ബഡ്ഡിങ് ആണ്. മനസ്സിലായോ? ബഡ്ഡിങ്ങിൻ്റെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഈസ്റ്റ് അതേപോലെ ഹൈഡ്ര, ഇതൊക്കെയാണ് ബഡ്ഡിങ്ങിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി ഫ്രാഗ്മെൻറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻ്റ് ഓർഗാനിസം ചില ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറും. മനസ്സിലായോ? അവരെന്ത് ചെയ്യും? ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. ആ ഓരോ ഫ്രാഗ്മെൻറ്റ്സും എന്തായിട്ട് മാറുന്നു? പുതിയ ജീവികളായിട്ട് മാറുന്നു, പുതിയ ഓർഗാനിസമായിട്ട് മാറുന്നു. അതാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഫ്രാഗ്മെൻറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻ്റ് ഓർഗാനിസം ബ്രേക്ക് ഡൗൺസ് ടു സീക്വൻസ് ഓഫ് ഫ്രാഗ്മെൻറ്റ്സ്. മനസ്സിലായോ? ചില ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് പാരൻ്റ് ഓർഗാനിസം ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ആ ഓരോ ഫ്രാഗ്മെൻറ്റ്സും പുതിയ ജീവികളായിട്ട് മാറുന്നു. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് സ്പൈറോഗൈറ, സ്പൈറോഗൈറയാണ് ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്ത ഗ്രാഫ്റ്റിംഗ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ഓർക്കിഡൊക്കെ വളർത്തുന്നതാണ് ഗ്രാഫ്റ്റിങ്ങിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ബൈനറി ഫിഷൻ. ബൈനറി ഫിഷൻ എന്താ? ഒരു ഓർഗാനിസത്തിനെ മുറിച്ച് 2 ഓർഗാനിസമാക്കി മാറ്റുന്നു. ഒരു മാതൃകോശം വിഭജിച്ച് 2 പുത്രികാ കോശങ്ങളായി മാറുന്നു. ഇത് പ്രധാനമായിട്ടും നടക്കുന്നത് പ്രോക്യാരിയോട്ടുകളിലാണ്, പ്രോക്യാരിയോട്സിൽ നടക്കുന്നത്. മനസ്സിലായോ? പ്രോക്യാരിയോട്സിൽ നടക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ബാക്ടീരിയയിലൊക്കെ നടക്കുന്ന എന്തുവാ? ഈ പറഞ്ഞ പോലെ ബൈനറി ഫിഷനാണ്. മനസ്സിലായോ? ഒരു ഓർഗാനിസം കാണും, ആ ഓർഗാനിസത്തിനെ ബ്രേക്ക് ചെയ്ത് 2 ഓർഗാനിസമായിട്ട് മാറുന്നു. മനസ്സിലായോ? ഇതാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം അസെക്ഷൽ റീപ്രൊഡക്ഷന് എക്സാമ്പിൾ അല്ലാത്തത് ഏതാണ് ഇവിടെ ആൻസർ? ഗ്രാഫ്റ്റിംഗ് ആണ് ആൻസർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Next question. Okay, during adolescence, several changes occur in the human body. Which of the following changes is associated with sexual maturation only in girls? മനസ്സിലായോ? During adolescence, several changes occurs in the human body. Which of the following changes is associated with sexual maturation only in girls? അപ്പം സെക്ഷുവൽ മെച്ചുറേഷൻ ഉണ്ടാകുമ്പം ആൺകുട്ടികളിലായാലും പെൺകുട്ടികളിലായാലും സെക്ഷുവൽ മെച്ചുറേഷൻ ഉണ്ടാകുമ്പം ഒരുപാട് മാറ്റങ്ങൾ, അവിടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. മനസ്സിലായോ? ഇവിടെ ചോദ്യത്തിൽ പെൺകുട്ടികളിൽ ഉണ്ടാവുന്ന മാറ്റം എന്താണ്, പെൺകുട്ടികളിൽ മാത്രം ഉണ്ടാവുന്ന മാറ്റത്തെക്കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓയിലി സ്കിൻ വിത്ത് പിമ്പിൾസ്, ഗ്രോത്ത് ഓഫ് ഹെയർ ഓൺ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി, കോൺഷ്യസ്നെസ് ഓഫ് ദെയർ ലുക്സ്, ഗ്രോത്ത് ഓഫ് മാമറി ഗ്ലാൻസ്. ഓക്കെ, ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതെല്ലാം ചേഞ്ചസ് ആണ്. സെക്ഷുവൽ മെച്ചുറേഷൻ ഉണ്ടാകുമ്പം ആൺകുട്ടികളിലായാലും പെൺകുട്ടികളിലായാലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിലൊരെണ്ണം മാത്രം പെൺകുട്ടികളിൽ മാത്രം കാണപ്പെടുന്ന ഒരു മാറ്റമാണ്. അതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് ഓഫ് മാമറി ഗ്ലാൻസ് ആണ്. മനസ്സിലായോ? ഗ്രോത്ത് ഓഫ് മാമറി ഗ്ലാൻസ് ആണ് എന്ത്? പെൺകുട്ടികളിൽ മാത്രം സെക്ഷുവൽ മെച്ചുറേഷൻ എത്തുമ്പം പെൺകുട്ടികളിൽ മാത്രം കാണപ്പെടുന്ന ഒരു മാറ്റം ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രോത്ത് ഓഫ് മാമറി ഗ്ലാൻസ്. മാമറി ഗ്ലാൻസ് അറിയാലോ, മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഗ്ലാൻസ് ആണ് എന്ത്? മാമറി ഗ്ലാൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
വാട്ട് ഈസ് ദ സ്റ്റഡി ഓഫ് ഫോസിൽസ് കോൾഡ്? ഫോസിലുകളെ കുറിച്ചുള്ള പഠനം. എത്തനോളജി, പാലിയന്റോളജി, ക്ലാസിഫിക്കേഷൻ, എത്തനോബോട്ടണി. അപ്പം ഫോസിലുകളെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ആൻസർ എഴുതിക്കോ. ഫോസിലുകളെ കുറിച്ചുള്ള പഠനം. സ്റ്റഡി ഓഫ് ഫോസിൽ എന്താ? പാലിയന്റോളജി. സ്റ്റഡി ഓഫ് ഫോസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിയന്റോളജി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. അലൈൻമെന്റ് ഓഫ് ക്രോമസോം അറ്റ് സെന്റർ ഓഫ് ദ സെൽ at the equatorial plate constitute which stage of mitosis? Question ഒന്നുകൂടെ വായിക്കാം. Alignment of chromosome at the center of the cell at the equatorial plate constitute which stage of mitosis? ഓപ്ഷൻസ് 4 കൊടുത്തിരിക്കുന്ന മൈറ്റോസിന്റെ 4 സ്റ്റേജ് തന്നെയാണ് 4 ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടിലോഫേസ്. ഓക്കെ ആണല്ലോ. നമുക്ക് ആദ്യമേ സെൽ ഡിവിഷന്റെ ഈ ഇതൊന്ന് നോക്കാം. ഇത് ന്യൂക്ലിയർ ഡിവിഷനെയാണ് പറയുന്നത്. മനസ്സിലായി? നമ്മുടെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്ന മൈറ്റോസിസ് എന്ന് പറയുന്ന അതിനകത്ത് നടക്കുന്ന പ്രക്രിയകളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം മൈറ്റോസിസ് നടക്കുന്നത് ന്യൂക്ലിയർ ഡിവിഷനിൽ മൈറ്റോസിസ് 4 സ്റ്റേജസിലായിട്ടാണ് നടക്കുന്നത്. ഏതൊക്കെയാണ് ആ 4 സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. എന്തൊക്കെയാ? പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. നമുക്ക് ഈ 4 ഒന്ന് നോക്കാം. എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ആദ്യം ഒരു കോശം വരച്ചിട്ടുണ്ട്. ആ കോശത്തിന് ഒരു ന്യൂക്ലിയസിനകത്ത് ഇങ്ങനെ കുറേ വലക്കണ്ണികൾ പോലെ കിടക്കുന്ന കാണാം. ഇവിടെ ഒരു ന്യൂക്ലിയോലസ് കിടക്കുന്നത് കാണാം. ഓക്കെ, ഇതൊരു സെല്ലാണ് ഞാൻ വരച്ചേക്കുന്നത്. മനസ്സിലായി? ഒരു കോശമാണ് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത്. ആ കോശത്തിനകത്ത് ഒരു വ്യക്തമായ മർമ്മമുള്ള ന്യൂക്ലിയർ മെംബ്രെയിനോട് ബൗണ്ട് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിനകത്ത് വലക്കണ്ണികൾ പോലെ കാണുമ്പോൾ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള ക്രോമാറ്റിൻ റെക്ടിക്കുലം ഉണ്ട്. ആ ക്രോമാറ്റിൻ റെക്ടിക്കുലത്തിൻ്റെ അടുത്ത് ആയിട്ട് തന്നെ ഒരു ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഒരു റെഡ് മാർക്കിൽ ഞാൻ വരച്ചേക്കുന്നത് ന്യൂക്ലിയോലസ് ആണ്. നമ്മുടെ റൈബോസോം നിർമ്മാണത്തിനൊക്കെ സഹായിക്കുന്ന ന്യൂക്ലിയോലസ് ആണ്. പിന്നീട് ഞാൻ വരച്ചേക്കുന്നത് എന്താ? ഒരു ഗ്രീൻ കളറിൽ സെൻട്രോസോമും വരച്ചിട്ടുണ്ട്. സെൻട്രോസോമിന്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സെൽ ഡിവിഷന് സഹായിക്കുന്ന ഒരു സെൽ ഓർഗനൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രോസോമാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ മൈറ്റോസിസ് സംഭവിക്കുകയാണ്. ഈ സെല്ലിന് മൈറ്റോസിസ് സംഭവിക്കുന്നു. അപ്പം ആദ്യമായിട്ട് ഇതിന് എന്ത് മാറ്റമാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോശം വരച്ചു. ഓക്കെ, ഈ മെംബ്രെയിൻ ഉണ്ടല്ലോ, ന്യൂക്ലിയർ മെംബ്രെയിൻ അപ്രത്യക്ഷമാകുന്നു. മനസ്സിലായോ? ഇവിടെ അല്ലേ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്തായി മാറുന്നു? അപ്രത്യക്ഷമുണ്ട്, വാനിഷ് ആയി പോകുന്നു. എന്നിട്ട് ഈ നമ്മളിവിടെ ക്രോമാറ്റിൻ റെക്ടിക്കുലം ഇതെല്ലാം കൂടെ ചേർന്ന് എന്തായിട്ട് മാറുന്നു? ക്രോമോസോംസ് ആയിട്ട് മാറുന്നു. ഇതെല്ലാം കൂടെ എന്തായി മാറുന്നു? ക്രോമോസോംസ് ആയിട്ട് മാറുന്നു. മനസ്സിലായോ? ക്രോമോസോംസ് ആയിട്ട് മാറുന്നു. ക്ലിയർ? ഈ സെൻട്രോസോം ഡിവൈഡ് ചെയ്ത് 2 സെൻട്രിയോളുകളായിട്ട് മാറുന്നു. സെൻട്രോസോം എന്താവുന്നു? 2 സെൻട്രിയോളുകളായിട്ട് മാറുന്നു. 2 സെൻട്രിയോളുകളായിട്ട് 2 ഡയറക്ഷനിലേക്ക് പോകുന്നു. മനസ്സിലായോ? ഇതിൽ നിന്ന് എന്ത് പോകുന്നുണ്ട്? ഈ സെൻട്രിയോളിൽ നിന്ന് എന്ത് പോകുന്നുണ്ട്? കുറേ സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞ സാധനവും പോകുന്നുണ്ട്. അപ്പം ഫസ്റ്റ് മാറ്റം ഇതാണ് എന്ത്? പ്രൊഫേസ് എന്ന് പറയുന്നത്. ഇതാണെന്ത്? പ്രൊഫേസ്. അപ്പോൾ പ്രൊഫേസിൽ എന്തൊക്കെ മാറ്റം സംഭവിക്കുന്നത്? ന്യൂക്ലിയസിനകത്ത്, അതായത് ക്രോമാറ്റിൻ ജാലിക അല്ലെങ്കിൽ ക്രോമാറ്റിൻ റെക്ടിക്കുലം എന്തായിട്ട് മാറുന്നു? ക്രോമോസോംസ് ആയിട്ട് മാറുന്നു. ആ ക്രോമോസോംസ് ഒരു അലൈൻ ചെയ്ത് വല്ലതും വെച്ചേക്കുവാണോ? അല്ല, അവിടെ ഇവിടെയും ചിതറിക്കിടക്കുക. ആ രീതിയിലാണ് പ്രൊഫേസിൽ നടക്കുന്നത്. പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു? ഒരു റൈബോസോം നിർമ്മിക്കുന്ന ന്യൂക്ലിയോലസ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ സെൽ ഡിവിഷൻ സമയത്ത് അതെന്ത് ചെയ്യുന്നു? അത് ഡിസപ്പിയർ ചെയ്യുന്നു, അപ്രത്യക്ഷമാകുന്നു. സെൻട്രോസോം വിഭജിച്ച് 2 സെൻട്രിയോളുകളാവുന്നു. ഈ 2 സെൻട്രിയോളും 2 ധ്രുവങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു. സെൻട്രിയോളിൽ നിന്നും സ്പിൻഡൽ ഫൈബേഴ്സ് പുറത്തേക്ക് വരുന്നു. മനസ്സിലായോ? ന്യൂക്ലിയർ മെംബ്രെയിൻ മൊത്തത്തിൽ അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമുക്ക് സെക്കൻഡ് സ്റ്റേജ് ഒന്ന് നോക്കാം. സെക്കൻഡ് സ്റ്റേജ്, അതായത് ഇനി എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് വരുന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ടെ കോശം വരച്ചു. ദാണ്ടെ ഇവിടെ ഈ ക്രോമോസോംസ് എങ്ങനെ അടക്കുക?
അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിതറിക്കിടക്കുക, ഇല്ലയോ? ഈ ക്രോമസോംസ് അവിടെ ഇവിടെ ആയിട്ട് ചിതറിക്കിടക്കുക. ഈ ക്രോമസോംസ് എല്ലാം കൂടെ എന്ത് ചെയ്യുന്നു? മെറ്റ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? സെൻട്രൽ എന്ന. മനസ്സിലായോ? മെറ്റ എന്ന വാക്കിന്റെ അർത്ഥം സെൻട്രൽ എന്ന. അപ്പം സെൻട്രലിലേക്ക്, അതായത് മധ്യഭാഗത്തായിട്ട് ഈ ക്രോമസോംസ് എല്ലാം പ്രോപ്പർലി അറേഞ്ച് ചെയ്യുന്നു. ഈ ക്രോമസോംസ് എല്ലാം പ്രോപ്പർലി അലൈൻ ചെയ്യുന്നു. മനസ്സിലായോ? പ്രോപ്പർലി അലൈൻ ചെയ്യുന്നു. ക്ലിയർ ആണോ? രണ്ട് സെൻട്രിയോളുകൾ എന്ത് സംഭവിച്ചു? ഈ രണ്ട് സെൻട്രിയോളുകളും എവിടെ? ഈ രണ്ട് ധ്രുവങ്ങളിലേക്ക് പോയി. രണ്ട് സെൻട്രിയോളുകളും എന്ത് പറ്റി? രണ്ട് ധ്രുവങ്ങളിലേക്ക് പോയി. മനസ്സിലായോ? അതിൽ നിന്ന് വരുന്ന ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ത് ചെയ്യുന്നു? സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ത് ചെയ്യുന്നു? ഈ ക്രോമസോംസിനെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്നു. ക്രോമസോംസ് ആയിട്ട് അറ്റാച്ച്ഡ് ആവുന്നു. മനസ്സിലായോ? ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് ക്രോമസോംസ് ആയിട്ട് അറ്റാച്ച്ഡ് ആവുന്നു. ക്ലിയർ ആണല്ലോ? അപ്പം ചിതറിക്കിടക്കുന്ന ക്രോമസോംസ് എന്താവുന്നു? മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കപ്പെടുന്നു. സെൻട്രൽ അതിനെ അലൈൻ ചെയ്യുന്നു. സെൻട്രൽ അലൈൻ ചെയ്യുമ്പോഴത്തേന് എന്താ പറ്റുന്നത്? രണ്ട് സെൻട്രോളുകളും രണ്ട് ധ്രുവങ്ങളിലേക്ക് പോയി അതിൽ നിന്ന് വരുന്ന സ്പിൻഡിൽ ഫൈബേഴ്സ് ആ ക്രോമസോംസിനെ അറ്റാച്ച് ചെയ്തു. ക്ലിയർ ആണല്ലോ? ക്രോമസോംസിനെ അറ്റാച്ച് ചെയ്തു. ക്ലിയർ? ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഈ സ്റ്റേജാണ് മെറ്റാഫേസ് എന്ന് പറയുന്നത്. ഇതാണ് രണ്ടാം ഘട്ടം, അല്ലെങ്കിൽ മെറ്റാഫേസ് എന്ന് പറയും. മെറ്റാഫേസ്. ഓക്കെ, അപ്പം പ്രൊഫേസ് കഴിഞ്ഞു, മെറ്റാഫേസ് കഴിഞ്ഞു. ഇനി അടുത്തതാണ് എന്ത്? ടീലോഫേസ് എന്ന് പറയുന്നത്. അടുത്താണ് ടീലോഫേസ്. നമുക്ക് നോക്കാം ടീലോഫേസിൽ എന്താ സംഭവിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ടീലോഫേസ്. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മൾ ഈ ക്രോമസോമിനെ ഞാനിവിടെ ഒന്ന് മാറ്റി വരയ്ക്കുക. ക്രോമസോമിനെ ഞാനിവിടെ ഒന്ന് മാറ്റി വരയ്ക്കുക. ഇങ്ങനെയാണ് നമ്മുടെ ക്രോമസോം ഇരിക്കുന്നത്, ഇല്ലയോ? ക്രോമസോം ഇരിക്കുന്നത് ഇങ്ങനെ. ഇതാണ് നമ്മുടെ ക്രോമസോം എന്ന് വിചാരിച്ചു. ഈ ക്രോമസോംസിൻ്റെ അടുത്തോട്ട് താണ്ട ഇങ്ങനെ സ്പിൻഡിൽ ഫൈബേഴ്സ് വന്നെന്ന് പറഞ്ഞല്ലോ. സ്പിൻഡിൽ ഫൈബേഴ്സ് വന്നെന്ന് പറഞ്ഞില്ലയോ? ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ത് ചെയ്യുന്നു? താണ്ട ഇതിൻ്റെ നടുക്കൊരു ഭാഗമുണ്ട്. ഇതിനെയാണ് നമ്മൾ സെൻട്രോമിയർ എന്ന് പറയും. സെൻട്രോമിയർ എന്ന് പറയും. ഈ രണ്ട് യൂണിറ്റിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ക്രൊമാറ്റിഡ് എന്ന് പറയും. ക്രൊമാറ്റിഡ് എന്ന് പറയും. മനസ്സിലായോ? സെൻട്രോമിയറും ഉണ്ട്, ക്രൊമാറ്റിഡും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഈ സെൻട്രോമിയറിലാണ്. മനസ്സിലായോ? ഈ സെൻട്രോമിയറിൽ വെച്ച് ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് അങ്ങ് വലിക്കും. സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ത് ചെയ്യും? അതങ്ങ് വലിക്കും. വലിച്ചിട്ട് ഇതാ ഈ സെൻട്രോമിയർ വെച്ചിട്ട് ഇവിടെ അങ്ങ് കട്ടാവും. കട്ടായി കഴിഞ്ഞാൽ രണ്ട് ക്രൊമാറ്റിഡായിട്ട് രണ്ട് ധ്രുവങ്ങളിലേക്ക് പോകത്തില്ലയോ? അതാണ് നമ്മുടെ മൂന്നാമത്തെ ഘട്ടമായിട്ടുള്ള അനാഫേസിൽ സംഭവിക്കുന്നത്. മനസ്സിലായോ? മൂന്നാം ഘട്ടമായിട്ടുള്ള അനാഫേസിൽ സംഭവിക്കുന്നതാണ് അത് നമ്മൾ പറയുന്നത്. മൂന്നാം ഫേസിൽ അനാഫേസ്. അനാഫേസിൽ എന്താ പറ്റുന്നത്? ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് എല്ലാം കൂടെ വലിച്ച് ആരെ പൊട്ടിക്കും? ക്രോമസോമിനെ പൊട്ടിക്കും. അങ്ങനെ പൊട്ടിക്കുമ്പോഴത്തേക്കും എന്താവുന്നു? ആണ്ടേ ഈ ക്രോമസോംസ് എന്ത് ചെയ്യുന്നു? മേളിൽ ഈ ക്രൊമാറ്റിഡുകളെല്ലാം ഇങ്ങനെ രണ്ട് ധ്രുവങ്ങളിലായിട്ട് പോകുന്നു. ക്ലിയർ ആണോ? രണ്ട് ധ്രുവങ്ങളിലായിട്ട് പോകുന്നു. ഓക്കെ, രണ്ട് ധ്രുവങ്ങളിലായിട്ട് പോകുന്നു. ഓക്കെ, ഈ ക്രൊമാറ്റിഡുകൾ പിന്നീട് എന്തായിട്ട് മാറുന്നു? ഈ ക്രൊമാറ്റിഡ് പതുക്കെ എന്തായിട്ട് മാറുന്നു? പുത്രിക ക്രോമസോംസ് ആയിട്ട് മാറുന്നു. എന്തായിട്ട് മാറുന്നു? പുത്രിക ക്രോമസോംസ് ആയിട്ട് മാറുന്നു. എന്താവുന്നു? പുത്രിക ക്രോമസോംസ് ആയിട്ട് മാറുന്നു. പുത്രിക ക്രോമസോംസ് ആയിട്ട് മാറും. ക്ലിയർ ആണോ? ഈ സ്റ്റേജ് ആണ് എന്ത്? മൂന്നാമത്തെ ഫേസ് ആയിട്ടുള്ള അനാഫേസ് എന്ന് പറയുന്നത്. അനാഫേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്. അനാഫേസിൽ എന്താ വന്നത്? പുത്രിക ക്രോമസോമുകൾ ഉണ്ടാവുന്നു. ഡോട്ടർ ക്രോമസോംസ് ഉണ്ടാവുന്ന ഏത് സ്റ്റേജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനാഫേസിലാണ്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള അവസാനത്തെ സ്റ്റേജ് ആണ് എന്ത്? ടീലോഫേസ് എന്ന് പറയുന്നത്. ടീലോഫേസ്. ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ വരുന്ന മാറ്റം നമുക്ക് നോക്കാം. ഓക്കെ, കോശം. ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈ ക്രോമസോംസ് എല്ലാം എന്താ മാറുന്നു?
ഈ പുത്രിക ക്രോമസോംസ് എല്ലാം കൂടെ ചേർന്ന് അവിടെ എന്തായിട്ട് മാറുന്നു? പുത്രിക ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു, ഡോട്ടർ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. ഡോട്ടർ ന്യൂക്ലിയസ് ആയിട്ട് ഇവിടെ മാറുന്നു. ഇവിടെ 2 ഡോട്ടർ ന്യൂക്ലിയസ് വരുന്നു. ഡോട്ടർ ന്യൂക്ലിയസ് വരുന്നു. ഈ ക്രോമസോംസ് എല്ലാം എന്താവുന്നു? പഴയ പോലെ ക്രോമാറ്റിൻ റെക്റ്റിക്കുലമായിട്ട് മാറുന്നു. പഴയ പോലെ എന്തായിട്ട് മാറുന്നു? ക്രോമാറ്റിൻ റെക്റ്റിക്കുലമായിട്ട് മാറുന്നു. അതാണ്ട് പ്രൊഫേസിൽ മാഞ്ഞു പോയിട്ടുള്ള ഒരു റൈബോസോം തിരിച്ചു വന്നു. പ്രൊഫേസിൽ വെച്ച് മാഞ്ഞു പോയതാ റൈബോസോം, ഇല്ലയോ? സോറി, റൈബോസോം അല്ല, ന്യൂക്ലിയോലസ്. റൈബോസോമിനെ നിർമ്മിക്കുന്ന ന്യൂക്ലിയോലസ് എന്ത് ചെയ്യുന്നു? പ്രൊഫേസിൽ മാഞ്ഞു പോവുക. അത് നമ്മുടെ ടീലോഫേസിൽ തിരിച്ചു വരുന്നു. അതാണ്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രൊഫേസിൽ മാഞ്ഞു പോയായിരുന്നു, അത് നമ്മുടെ ടീലോഫേസിൽ തിരിച്ചു വന്നു. മനസ്സിലായോ? പിന്നെ സെൻട്രോസോം. ഈ സെൻട്രിയോളുകൾ എന്തായിട്ട് മാറി? സെൻട്രോസോമായിട്ട് മാറി. മനസ്സിലായോ? അതായത് പ്രൊഫേസിൽ നടന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇവിടെ നടക്കുന്നത്, ടീലോഫേസിൽ നടക്കുന്നത്. അതുകൊണ്ട് ആൻറ്റി പ്രൊഫേസ് ഘട്ടം എന്നറിയപ്പെടുന്നത്, ആൻറ്റി പ്രൊഫേസ് ഘട്ടം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീലോഫേസ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പം ഡോട്ടർ ന്യൂക്ലിയസ് ഉണ്ടാവുന്ന സ്റ്റേജ് അല്ലെങ്കിൽ ആൻറ്റി പ്രൊഫേസ് സ്റ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാ? 4ാമത്തെ ഘട്ടമായിട്ടുള്ള ടീലോഫേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? ടീലോഫേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ സെൽ ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. കോശ വിഭജനത്തിനകത്ത് മൈറ്റോസിസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ ആണല്ലോ? ക്ലിയർ? നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Alignment of chromosome at center of the cell at the equatorial plate constitute which stage of mitosis? Prophase, metaphase, anaphase, telophase. അപ്പോൾ മധ്യഭാഗത്തായിട്ട് ക്രോമസോംസ് ക്രമീകരിക്കുന്നത് എവിടെ വെച്ചാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെറ്റാഫേസിലാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് മസിൽ ടിഷ്യൂസ്? മസിൽ ടിഷ്യൂസിൻ്റെ പേശി കലകളുടെ എത്ര ടൈപ്പ് പേശി കലകൾ ഉണ്ടെന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. 2, 4, 3, 5. ഓക്കെ, ആൻസർ എഴുതിക്കോ. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് മസിൽ ടിഷ്യൂസ്? അപ്പോൾ ആൻസർ എന്താ? ആൻസർ 3 ആണ് ആൻസർ. മനസ്സിലായോ? ആൻസർ എന്തുവാ? ആൻസർ 3 ആണ്. അപ്പം ഏതൊക്കെയാണ് 3 ടൈപ്സ് ഓഫ് മസിൽ ടിഷ്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സ്കെലിറ്റൽ മസിൽ. ഒന്നാമത്തെ ആണ് എന്ത്? സ്കെലിറ്റൽ മസിൽ. സ്കെലിറ്റൽ മസിൽ. മനസ്സിലായോ? സ്കെലിറ്റൽ മസിൽ. സ്കെലിറ്റൽ മസിൽ എന്ന് പറഞ്ഞാൽ എന്താ? സിലിണ്ടറിക്കൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു മസിലാണെന്ത്? സ്കെലിറ്റൽ മസിൽ. അതായത് നമ്മുടെ അസ്ഥികളോട് ചേർന്ന് കാണപ്പെടുന്ന അല്ലെങ്കിൽ ശരീരത്തിന് പുറമേ കാണപ്പെടുന്ന പേശികളാണെന്ത്? അസ്ഥിപേശി അല്ലെങ്കിൽ സ്കെലിറ്റൽ മസിൽ എന്ന് പറയുന്നത്. അതിൻ്റെ സ്ട്രക്ചർ ചോദിക്കുകയാണെങ്കിൽ എന്താ? അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. ഇതിനകത്ത് തന്നെ എന്തുണ്ട്? ഇങ്ങനെ കുറേ വരകൾ, ഇങ്ങനെ വരകൾ കാണാം. കുറുകെ വരകളുണ്ട്. മനസ്സിലായോ? വരകളുണ്ടെങ്കിൽ ഇത് എന്ത് ടൈപ്പ് മസിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സ്ട്രയേറ്റഡ് മസിലാണെന്ന് പറയാം. സ്ട്രയേറ്റഡ് മസിലിന് എക്സാമ്പിളാന്ന് പറയാം. മനസ്സിലായോ? നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണോ? നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണോ? അതെ, നമുക്ക് ഇഷ്ടത്തിന് കൈ ചലിപ്പിക്കാം, കാല് ചലിപ്പിക്കാം, നടക്കാം, ഓടാം. അപ്പം അവിടെ എന്താ ചെയ്യുന്നത്? ഈ സ്കെലിറ്റൽ മസിലാണ് നീങ്ങുന്നത്. അത് നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? അപ്പം അതൊരു വോളണ്ടറി ആക്ഷൻ ആണ്. അതായത് വോളണ്ടറി ആക്ഷൻ ചെയ്യുന്നതുകൊണ്ട് അതിനെ എന്ത് വിളിക്കാം? വോളണ്ടറി മസിൽ എന്നും വിളിക്കാം. മനസ്സിലായോ? അപ്പോൾ ഇത് എന്ത് ടൈപ്പ് മസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വോളണ്ടറി മസിലാണെന്നും പറയാം. വോളണ്ടറി മസിലാണെന്നും പറയാം. ഓക്കെ, ഇതാണ് സ്കെലിറ്റൽ മസിൽ. നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് നോക്കാം. രണ്ടാമത്തതാണ് എന്ത്? സ്മൂത്ത് മസിൽ. സ്മൂത്ത് മസിൽ. ഓക്കെ, സ്മൂത്ത് മസിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ കുഴല് പോലുള്ള കുറേ അവയവങ്ങളുണ്ട്, അല്ലയോ? നമ്മുടെ ശരീരത്തിനകത്ത് കുഴല് പോലെ കുറേ അവയവങ്ങളുണ്ട്. അവിടെ കാണപ്പെടുന്ന പേശികളാണെന്ത്? മിനുസ പേശി അല്ലെങ്കിൽ സ്മൂത്ത് മസിൽ എന്ന് പറയും. കുഴല് പോലുള്ള അവയവം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? നമ്മുടെ ഗർഭാശയ പേശികൾ, അതേപോലെ ചെറുകുടല്, വൻകുടല്, ആമാശയത്തിലെ, പിന്നെ അന്നനാളം, അവിടെയൊക്കെ വരുന്ന പേശികൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്മൂത്ത് മസിൽസ് ആണ്. ക്ലിയർ ആണോ? അതേപോലെ കുഴല് പോലെ കാണപ്പെടുന്ന അവയവങ്ങളിൽ വരുന്നതാണ് എന്ത്? മിനുസ പേശി അല്ലെങ്കിൽ സ്മൂത്ത് മസിൽ എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് സ്മൂത്ത് മസിലിൻ്റെ ഷേപ്പാണ്. മനസ്സിലായോ? സ്മൂത്ത് മസിലിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താ? സ്പിൻഡിൽ ഷേപ്പ് എന്ന് പറയാം. മനസ്സിലായോ? അതെന്ത് ഷേപ്പാണ്? സ്പിൻഡിൽ ഷേപ്പ് എന്ന് പറയാം. ക്ലിയർ ആണോ? സ്പിൻഡിൽ ഷേപ്പ്. ഇതിൻ്റെ കുറുകെ ഞാൻ വരച്ചിട്ടുണ്ടോ? കുറുകെ എന്തെങ്കിലും വരച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം ഇത് നോൺ സ്ട്രയേറ്റഡ് മസിലാണ്. നോൺ സ്ട്രയേറ്റഡ്
മസിലാണ്. നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഗർഭാശയ പേശി, രക്തക്കുഴൽ, ചെറുകുടൽ, വൻകുടൽ, ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല, ഇത് ഇൻവോളണ്ടറി ആക്ഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ത് ഇൻവോളണ്ടറി മസിലാണെന്നും പറയാം. ഇൻവോളണ്ടറി മസിലിനും എക്സാമ്പിളാന്ന് പറയാം. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ എന്താ? മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ കാർഡിയാക് മസിൽ. കാർഡിയാക് മസിൽ മനസ്സിലായോ? ഹൃദയപേശി എന്ന് പറയും. ഹൃദയഭിത്തിയോട് ചേർന്ന് കാണപ്പെടുന്നതാണ് ഹൃദയപേശി അല്ലെങ്കിൽ കാർഡിയാക് മസിൽ എന്ന് പറയുന്നത്. ക്ലിയർ? ഇതിന്റെ ജോലി എന്താ, അല്ലെങ്കിൽ ഇത് എന്ത് ടൈപ്പും ഇതിന്റെ ഷേപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ സിലിണ്ടറിക്കൽ ഷേപ്പ് വിത്ത് ബ്രാഞ്ചസ്. മനസ്സിലായോ? സിലിണ്ടറിക്കൽ ഷേപ്പ് വിത്ത് ബ്രാഞ്ചസ് ആണ് എന്ത്? കാർഡിയാക് മസിൽ എന്ന് പറയുന്നത്. സിലിണ്ടറിക്കൽ ഷേപ്പ് വിത്ത് ബ്രാഞ്ചസ് ആണ് എന്ത്? കാർഡിയാക് മസിൽ എന്ന് പറയുന്നത്. ഇതിന്റെ കുറുകെ എന്തുണ്ട്? കുറുകെ ഇതേപോലെ വരകൾ കാണാം. കുറുകെ വരകൾ നമുക്ക് കാണാം. കുറുകെ വരകളുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇത് സ്ട്രയേറ്റഡ് മസിൽ എന്ന് വിളിക്കാം. സ്ട്രയേറ്റഡ് മസിൽ എന്ന് വിളിക്കാം. നിയന്ത്രിക്കാൻ പറ്റുമോ? ഹൃദയപേശി നിയന്ത്രിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇൻവോളണ്ടറി മസിൽ എന്നും വിളിക്കാം. ഇൻവോളണ്ടറി മസിൽ എന്നും വിളിക്കാം. ഓക്കെ, അപ്പം 3 ടൈപ്പ് ഓഫ് മസിൽസ് ടിഷ്യൂ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ കൊടുത്തായിരുന്നു. ആൻസർ 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following substances are selectively reabsorbed from the initial filtrate by the tubular portions of the nephrons in human kidney? Which of the following substances are selectively reabsorbed from the initial filtrate by the tubular portion of the nephron in human kidney? നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചതേ ഉള്ളൂ അല്ലയോ? അപ്പം സൂക്ഷ്മ അരിക്കലിന് ശേഷം ഏതൊക്കെ പദാർത്ഥങ്ങളാണ്, എന്താണ് ഇതിനകത്ത് പുനരാകിരണം ചെയ്യുന്നത്? ഇനിഷ്യൽ സെലക്റ്റീവ്ലി റീഅബ്സോർബ് ചെയ്തേക്കുന്നത് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ആൻസർ സാൾട്ട്, ഗ്ലൂക്കോസ്, ഫാറ്റ്സ്, വാട്ടർ. ഗ്ലൂക്കോസ്, വാട്ടർ, അമിനോ ആസിഡ്, പ്രോട്ടീൻസ്. ഗ്ലൂക്കോസ്, വാട്ടർ, സാൾട്ട്സ്, അമിനോ ആസിഡ്. ഗ്ലൂക്കോസ്, വാട്ടർ, സാൾട്ട്, പ്രോട്ടീൻ. അപ്പോൾ ഇവിടെ എന്തുവാ സെലക്റ്റീവ്ലി റീഅബ്സോർബ് ചെയ്ത ഘടകങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പഠിച്ചു. ഏതൊക്കെയാ? ആൻസർ കൊടുക്കാമല്ലോ. ഗ്ലൂക്കോസ്, വാട്ടർ, സാൾട്ട്സ് ആൻഡ് അമിനോ ആസിഡ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ ഹ്യൂമൻ സെൽ ദാറ്റ് ഹാസ് ദ അബിലിറ്റി ടു മോഡിഫൈ ഇറ്റ്സ് ഷേപ്പ്? നമ്മുടെ ഷേപ്പ് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ചെയ്യാൻ പറ്റുന്ന കോശത്തിൻ്റെ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ WBC, ബി RBC, സി ലിവർ സെൽസ്, ഡി ബ്രെയിൻ സെൽസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏത് ഹ്യൂമൻ സെല്ലിനാണ് അതിൻ്റെ ഷേപ്പ് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താ ആൻസർ? WBC ആണ്. മനസ്സിലായോ? WBCക്ക് അതിൻ്റെ ഷേപ്പ് മോഡിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഇതിനെ പ്രതിരോധമാണ് WBCയുടെ ജോലി എന്ന് പറയുന്നത് അല്ലേ? ഈ WBCകളെല്ലാം ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്യവസ്തു കയറിക്കഴിഞ്ഞാൽ WBC ഈ രക്തക്കുഴലിലൂടെ പോകണം. അപ്പം ആ രക്തക്കുഴലിലൂടെ പോകാൻ പാകത്തിന് അതിൻ്റെ ഷേപ്പ് അതിനെ മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായോ? പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ എന്ത് ചെയ്യും? ഈ ന്യൂന്നിറങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഷേപ്പ് അത് മോഡിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ WBC ആണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഷേപ്പ് മോഡിഫൈ ചെയ്യാനുള്ള കഴിവുള്ള ഒരു ഹ്യൂമൻ സെൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? RBCയുടെ ഷേപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ RBCയുടെ ഷേപ്പ് എന്ന് പറയുന്നത്? ഡിസ്ക് ഷേപ്പ് അല്ലെങ്കിൽ ബൈക്കോൺകേവ് എന്ന് പറയും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓർഗാനിസം സെക്സ് ഈസ് നോട്ട് ഡിറ്റർമൈൻഡ് ജനറ്റിക്കലി? ഈ കൂട്ടത്തിൽ ജനറ്റിക്കലി ആയിട്ട് ജനിതകമായിട്ട് സെക്സ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റാത്ത ജീവി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ബട്ടർഫ്ലൈ, മോത്ത്, സ്പാരോ, സ്നെയിൽ. ഇതിൻ്റെ ആൻസർ എഴുതിക്കോ. ബട്ടർഫ്ലൈ, മോത്ത്, സ്പാരോ, സ്നെയിൽ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നെയിലാണ്. ഒച്ച്. അപ്പം ഇൻ വിച്ച് ഓർഗാനിസം സെക്സ് ഇസ് നോട്ട് ഡിറ്റർമൈൻഡ് ജനറ്റിക്കലി, അതിൻ്റെ ആൻസർ ആണ് എന്ത്? സ്നെയിൽ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഈ സ്നെയിൽ എന്ന് പറയുന്ന ജീവിയിൽ ഗ്യാസ്ട്രോപോഡ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന ആൾക്കാരാണ് ഈ ഒച്ചുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ഒച്ചിൻ്റെ ജീവിതകാലത്ത് അല്ലെങ്കിൽ അവരുടെ ആയുഷ്കാലത്ത് അവർക്ക് ലിംഗഭേദം മാറ്റാൻ കഴിയും. മനസ്സിലായോ? അത് ജനറ്റിക്കലി വരുന്ന കാര്യമല്ല, ജനറ്റിക്കലി സംഭവിക്കുന്ന ഒന്നല്ല. അത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, പലതരത്തിലുള്ള എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് അവരുടെ ആയുഷ്കാലത്ത് ലിംഗഭേദം മാറ്റാൻ അവർക്ക് കഴിവുണ്ട്. മനസ്സിലായോ? അത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. ഇപ്പം ഇണയുടെ ലഭ്യത അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും? അവർ ലിംഗഭേദം മാറ്റും.
മനസ്സിലായോ? അപ്പം അത് ജനറ്റിക്കലി ഡിറ്റർമൈൻ ചെയ്യുന്നതല്ല, ജനറ്റിക്കലി സംഭവിക്കുന്ന ഒരു കാര്യമല്ലാത്തതുകൊണ്ട് നമുക്ക് ജനറ്റിക്കലി സ്നെയിലിൻ്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ക്ലിയർ ആണോ? ബാക്കിയെല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ? അപ്പം ഇതിനകത്ത് ജനറ്റിക്കലി ഒരു ഓർഗാനിസത്തിൻ്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ആരുടെയാ? അത് ഒച്ചിൻ്റെയാണ്, സ്നെയിലിൻ്റെയാണ്. ക്ലിയർ? നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement is false? Pyruvic acid is produced in the first stage of respiration. Oxygen is not necessary for the fermentation process. In the mitochondria, acetic acid is broken down utilizing oxygen. And option D, in the first stage of respiration, breakdown of glucose takes place. ഓക്കെ, അപ്പം ഇത് പറയുന്നത് എന്തിനെ പറ്റിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലുലാർ റെസ്പിറേഷനെ പറ്റിയാണ് പറയുന്നത്. സെല്ലുലാർ റെസ്പിറേഷൻ, സെല്ലുലാർ റെസ്പിറേഷൻ ആണ് ടോപ്പിക്. മനസ്സിലായോ? ഈ സെല്ലുലാർ റെസ്പിറേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഏതാണ് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എന്താ സെല്ലുലാർ റെസ്പിറേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് നമുക്ക് നോക്കാം. സെല്ലുലാർ റെസ്പിറേഷൻ. ക്ലിയർ? സെല്ലുലാർ റെസ്പിറേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ശ്വസിക്കുമ്പം നമ്മൾ ഒരു ശ്വസനത്തിൻ്റെ ഡെഫിനിഷൻ അല്ലെ റെസ്പിറേഷൻ്റെ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അന്തരീക്ഷ വായുവിൽ നിന്നും ഓക്സിജനെ സ്വീകരിച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്ന പ്രക്രിയയാണ് എന്ത്? ഈ ശ്വസനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഈ റെസ്പിറേഷൻ സമയത്ത് നമ്മൾ ഉച്ഛ്വാസം, നിശ്വാസം, അതിനകത്ത് ഇൻസ്പിറേഷൻ സമയത്ത് അന്തരീക്ഷ വായു ഉള്ളിലേക്ക് കയറുന്നു. അവിടെ വായു അറയിൽ വെച്ച് ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് ഓക്സിജൻ രക്തക്കുഴലിൽ വരുന്നു. രക്തക്കുഴലിൽ നിന്ന് ഓക്സിജൻ നേരെ എങ്ങോട്ടേക്ക് പോകുന്നു? കോശത്തിലേക്ക് കയറുന്നു. കോശത്തിലേക്ക് ഈ ഓക്സിജൻ വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോശത്തിലേക്ക് ഓക്സിജൻ പ്രവേശിച്ച് കഴിഞ്ഞാൽ ആ കോശത്തിനകത്തുള്ള ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്തായിട്ട് മാറുന്നു? എനർജീനെ റിലീസ് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഒരു കോശത്തിനകത്ത് ഓക്സിജൻ പ്രവേശിച്ച് അതിനകത്തുള്ള ഗ്ലൂക്കോസ് വിഘടിച്ച് ഊർജത്തെ സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണെന്ത്? കോശ ശ്വസനം അല്ലെങ്കിൽ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഈ സെല്ലുലാർ റെസ്പിറേഷൻ പ്രധാനമായിട്ടും 2 സ്റ്റേജിലായിട്ടാണ് നടക്കുന്നത്. 2 ഘട്ടങ്ങളിലായിട്ടാണ് സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നത്. ഒന്നാമത്തെ ഘട്ടമാണെന്ത്? ഗ്ലൈക്കോളിസിസ്. രണ്ടാമത്തെ ഘട്ടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രബ്സ് സൈക്കിൾ. ക്ലിയർ? അപ്പം സെല്ലുലാർ റെസ്പിറേഷൻ്റെ 2 ഘട്ടങ്ങളാണ് എന്തൊക്കെ? ഗ്ലൈക്കോളിസിസും ക്രബ്സ് സൈക്കിളും എന്ന് പറയുന്നത്. ക്ലിയർ? നമുക്ക് ആദ്യത്തെ ഘട്ടം ഒന്ന് നോക്കാം. ഗ്ലൈക്കോളിസിസ് നോക്കാം. എന്താ ഈ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? താണ്ടെ ഗ്ലൈക്കോളിസിസ് അല്ലയോ? ഗ്ലൂക്കോസ്, ലിസിസ് മുറിക്കുന്നു അല്ലേ? ഗ്ലൈക്കോ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ്, ലിസിസ് എന്ന് പറഞ്ഞാൽ മുറിക്കുന്നു. അതായത് ഗ്ലൂക്കോസിനെ മുറിക്കുന്നു. 6 കാർബൺ ആറ്റമുള്ള, നമുക്കറിയാം ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ എന്താ? C6H12O6 ആണ് ഗ്ലൂക്കോസ് അല്ലേ? 6 കാർബൺ ആറ്റമുള്ള മോളിക്യൂളിനെ ബ്രേക്ക് ചെയ്ത് 3 കാർബൺ ആറ്റമാക്കി മാറ്റുന്നു. അതാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഗ്ലൈക്കോളിസിസ് എന്ന വാക്കിൻ്റെ അർത്ഥത്തിൽ നിന്ന് നമുക്ക് അവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവും. എന്താ? ഗ്ലൂക്കോസിനെ മുറിക്കുകയാണ്. അപ്പോൾ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ഏത് ഘട്ടത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് സ്റ്റേജിലാണ്, ഗ്ലൈക്കോളിസിസിലാണ്. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താണ് ഗ്ലൈക്കോളിസിസ് എന്ന് മനസ്സിലായി. നമുക്കിനി ഇവിടെ നടക്കുന്നത് എന്താണെന്ന് നോക്കാം. ഗ്ലൈക്കോളിസിസ് എവിടെ വെച്ച് നടക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റോപ്ലാസത്തിൽ വെച്ച് നടക്കുന്നു. സൈറ്റോപ്ലാസം എന്താണെന്ന് അറിയാം. ഒരു കോശത്തിനകത്ത് മർമ്മം ഒഴികെയുള്ള ദ്രാവക ഭാഗം, അതാണിത് സൈറ്റോപ്ലാസം. മർമ്മം ഉൾപ്പെടെയാണെങ്കിൽ പ്രോട്ടോപ്ലാസം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, എവിടെ വെച്ചാണ് നടക്കുന്നത്? സൈറ്റോപ്ലാസത്തിൽ വെച്ച് ഓക്സിജന്റെ ആബ്സെൻസിൽ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്ത് എന്താക്കി മാറ്റും? പൈറുവിക് ആസിഡാക്കി മാറ്റും. ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്ത് പൈറുവിക് ആസിഡാക്കി മാറ്റുന്നു. ക്ലിയർ? അപ്പം ഫസ്റ്റ് സ്റ്റേജ് ഗ്ലൈക്കോളിസിസ് എന്താ, എവിടെ വെച്ച് നടക്കുന്നത്? സൈറ്റോപ്ലാസത്തിൽ വെച്ച് ഓക്സിജന്റെ അഭാവത്തിൽ ഗ്ലൂക്കോസിനെ വിഘടിച്ച് പൈറുവിക് ആസിഡ് ആക്കുന്നു. ഓക്കെ, ഈ പൈറുവിക് ആസിഡിനകത്ത് ചിലത് ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നു? 2 ATPയുടെ രൂപത്തിൽ ഊർജത്തെ സംഭരിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാം ഘട്ടം നോക്കാം. ക്രബ്സ് സൈക്കിൾ എവിടെ വെച്ച് നടക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നു.
മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നു. കാരണം നമുക്കറിയാം മൈറ്റോകോൺട്രിയയിൽ വെച്ച് ഇത് നടക്കാൻ കാര്യം എന്തുവാ, ഇവിടെ 2 ATP കിട്ടിയുള്ളൂ, ബാക്കി ഭൂരിഭാഗം ഊർജ്ജവും നമുക്ക് ഉണ്ടാക്കേണ്ടത് അടുത്ത ഘട്ടത്തിലാണ്. സ്വാഭാവികമായിട്ടും അത് എവിടെ ആയിരിക്കും, മൈറ്റോകോൺട്രിയ ആയിരിക്കും. കാരണം നമ്മുടെ ശരീരത്തിലെ പവർ ഹൗസ്, ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്ന ആരാ, മൈറ്റോകോൺട്രിയാണ്. അപ്പം മൈറ്റോകോൺട്രിയയിൽ വെച്ച് ഇവിടെ ഓക്സിജന്റെ പ്രസൻസിൽ ഓക്സിജന്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു, ഇവിടെ ബാക്കി ചില പൈറുവിക് ആസിഡ് വിഘടിച്ചാണ് 2 ATP വരുന്നത്, ബാക്കി പൈറുവിക് ആസിഡ് എങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. പൈറുവിക് ആസിഡുമായിട്ട് ചേർന്ന്, അതായത് പൈറുവിക് ആസിഡും ഓക്സിജനും കൂടെ ചേർന്ന് എന്ത് ചെയ്യുന്നു, വീണ്ടും എനർജി റിലീസ് ചെയ്യുന്നു. ആ എനർജി എത്ര ATP ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 28 ATP പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് തരുന്നു. ക്ലിയർ? അങ്ങനെ ഒരു സെല്ലുലാർ റെസ്പിറേഷനിൽ മൊത്തവും 30 ATPs, 30 ATP ജലം പ്ലസ് കാർബൺ ഡയോക്സൈഡ് തരുന്നു. ക്ലിയർ? ഇതാണ് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. സെല്ലുലാർ റെസ്പിറേഷൻ 2 ഘട്ടത്തിൽ നടക്കുന്നു. ഒന്ന് ഗ്ലൈക്കോളിസിസ്, മറ്റേത് ക്രെബ്സ് സൈക്കിൾ. ഗ്ലൈക്കോളിസിസ് എവിടെ വെച്ച് നടക്കുന്നു, സൈറ്റോപ്ലാസത്തിൽ വെച്ച് ഓക്സിജന്റെ അഭാവത്തിൽ ഗ്ലൂക്കോസ് വിഘടിച്ച് പൈറുവിക് ആസിഡ് ആവുന്നു. അതിനകത്ത് പൈറുവിക് ആസിഡ് ചിലത് വിഘടിച്ച് എത്ര ATP ആയിരുന്നു, 2 ATP. ഇനി 2ാം ഘട്ടം എവിടെ വെച്ച് നടക്കുന്നു, മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നു. ഓക്സിജന്റെ പ്രസൻസിൽ നേരത്തെ ഉണ്ടായ പൈറുവിക് ആസിഡുമായി ചേർന്ന് 28 ATP ജലം കാർബൺ ഡയോക്സൈഡ് തരും. മനസ്സിലായോ? അങ്ങനെ ഒരു സെല്ലുലാർ റെസ്പിറേഷനിൽ മൊത്തവും കിട്ടുന്നത് 30 ATP വാട്ടർ കാർബൺ ഡയോക്സൈഡ്. ഇതാണ് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. നമുക്കിനി ചോദ്യം ഒന്ന് നോക്കാം. നമ്മുടെ ചോദ്യം ഒന്ന് നോക്കാം. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഫാൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൈറുവിക് ആസിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് റെസ്പിറേഷൻ. കറക്റ്റ് അല്ലയോ? ഗ്ലൈക്കോളിസിസിനകത്താണ് ഗ്ലൂക്കോസ് ബ്രേക്ക് ചെയ്ത് എന്താവുന്നത്, പൈറുവിക് ആസിഡ് ആവുന്നത്. അപ്പൊ ഇത് ട്രൂ ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്തുവാ, ട്രൂ ആണ്. ഓക്കെ. രണ്ടാമത്തത്, ഓക്സിജൻ ഈസ് നോട്ട് നെസസറി ഫോർ ദ ഫെർമെന്റേഷൻ പ്രോസസ്. ഓക്കെ, ഫെർമെന്റേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവായു ശ്വസനത്തിലൂടെ ഗ്ലൂക്കോസിനെ വിഘടിച്ച് ഊർജ്ജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് എന്ത്, ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അവായു ശ്വസനം എന്താണെന്നറിയാം, എന്താ, അനൈറോബിക് റെസ്പിറേഷൻ. മനസ്സിലായോ? അനൈറോബിക് റെസ്പിറേഷനിലൂടെ ഗ്ലൂക്കോസ് ബ്രേക്ക് ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സാണ് എന്ത്, ഫെർമെന്റേഷൻ. താണ്ടെ അതല്ലേ ഇവിടെ നടക്കുന്നത്, അല്ലയോ? അവായു ശ്വസനം, ഓക്സിജൻ അഭാവത്തിലല്ലേ അനൈറോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. അപ്പോൾ ഓക്സിജന്റെ അഭാവത്തിൽ ഗ്ലൂക്കോസ് ബ്രേക്ക് ചെയ്ത് എന്താവുന്നു, പൈറുവിക് ആസിഡ് ആവുന്നു. അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ബ്രേക്ക് ചെയ്ത് നമുക്ക് എനർജി റിലീസ് ആവുന്നു. അതാണ് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പം ഓക്സിജൻ ഈസ് നോട്ട് നെസസറി ഫോർ ദ ഫെർമെന്റേഷൻ പ്രോസസ്. വേണ്ടാലോ, ട്രൂ ആണ്. ഓക്കെ. അടുത്തത്, ഇൻ ദ മൈറ്റോകോൺട്രിയ അസറ്റിക് ആസിഡ് ഈസ് ബ്രോക്കൺ ഡൗൺ യൂട്ടിലൈസിങ് ഓക്സിജൻ. അസറ്റിക് ആസിഡ് ഈസ് ബ്രോക്കൺ ഡൗൺ യൂട്ടിലൈസിങ് ഓക്സിജൻ ആണോ? താണ്ടെ ഫസ്റ്റ് സ്റ്റേജിലുണ്ടായ പൈറുവിക് ആസിഡിനകത്ത് ബാക്കിയുള്ളതുമായിട്ട് ചേർന്നാണ് എന്ത്, ഓക്സിജൻ ചേർന്നാണ് എന്ത്, 28 ATP വരുന്നത്, അല്ലയോ? അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് എന്താ, ഇത് ഫാൾസ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്. ഓക്കെ. ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് റെസ്പിറേഷൻ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ടേക്സ് പ്ലേസ്. ശരിയാണ്. ആദ്യത്തെ ആ പേരിൽ തന്നെ ഉണ്ട്, ഗ്ലൂക്കോസിനെ മുറിക്കുന്നു, ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ടേക്സ് പ്ലേസ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും, ഓപ്ഷൻ സി ആണ് ആൻസർ. ഫാൾസ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുക്കേണ്ടത്, അല്ലയോ? അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗ്വാഡ് സെൽസ് ആർ ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് ഡാഷ്. ഗ്വാഡ് സെൽസ് ആർ ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് ഡാഷ്. ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ്, ട്രോപ്പിക് മൂവ്മെന്റ്സ്, ട്രാൻസ്പിറേഷൻ, സർക്കുലേഷൻ. അപ്പോൾ ഇതിനകത്ത് ഗോഡ് സെൽസ് എന്ത് പ്രോസസ്സിനാണ് സഹായിക്കുന്നതെന്ന് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഗോഡ് സെൽസ് നേരത്തെ പറഞ്ഞായിരുന്നു, അല്ലയോ? ഗോഡ് സെൽസ് എന്ന് പറയുന്നത് പ്രത്യേക ഒരു സ്പെഷ്യലൈസ്ഡ് എപ്പിഡെർമൽ സെൽസ് ആണ് ഈ ഗോഡ് സെൽസ് എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റൊമാറ്റയുടെ ചുറ്റും കാണപ്പെടുന്ന സ്റ്റൊമാറ്റ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു, എന്തുവാ, ഇലകളിൽ കാണുന്ന ചെറിയ സുഷിരങ്ങളാണ് എന്ത്, സ്റ്റൊമാറ്റ. ആ സ്റ്റൊമാറ്റയുടെ ചുറ്റിനും കാണുന്ന ഒരു ടൈപ്പ് ഓഫ് സ്പെഷ്യൽ എപ്പിഡെർമൽ സെൽസ് ആണ് എന്ത്, ഈ ഗ്വാഡ് സെൽസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ഗ്വാഡ് സെൽസിന്റെ പ്രവർത്തനം വെച്ചിട്ടാണ് എന്ത്, സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും. അപ്പം സ്റ്റൊമാറ്റ തുറക്കാനും അടയ്ക്കാനും കാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് എന്ത്, ഗ്വാഡ് സെൽസ് എന്ന് പറയുന്നത്. ഇത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് വഴി എന്ത് ചെയ്യുന്നു, റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷനെ കൺട്രോൾ ചെയ്യുന്നു. ഗ്വാഡ് സെൽസ് എന്തിനാണ് കൺട്രോൾ ചെയ്യുന്നത്, അത് ട്രാൻസ്പിറേഷൻ്റെ റേറ്റിനെ റെഗുലേറ്റ് ചെയ്യുകയാണ് ഇവിടെ ഗ്വാഡ് സെൽസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ഏത് പ്രോസസ്സാണ് ഇവിടെ ഇൻവോൾവ് ആവുന്നത്, ഇവിടെ ഇൻവോൾവ് ആവുന്ന പ്രോസസ്സ് ഏതാ, അത് ട്രാൻസ്പിറേഷൻ ആണ്. അപ്പം ആൻസർ എന്താ, ആൻസർ സി, ട്രാൻസ്പിറേഷൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, what important function is performed by smooth endoplasmic reticulum in the liver cells of vertebrates?
What important function is performed by smooth endoplasmic reticulum in the liver cells of vertebrates? Okay, the answer: synthesis of proteins, synthesis of lipid, detoxification of drugs and poisons, synthesis of complex sugars. Okay, then answer നോക്കിക്കോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീടോക്സിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് പോയിസൺ ആണ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യമേ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽ ഓർഗനലിയാണ്, ഒരു ടൈപ്പ് ഓഫ് സെൽ ഓർഗനലിയാണ്. നമ്മുടെ കോശത്തിനകത്ത് സഞ്ചാരത്തിന് സഹായിക്കുന്നത്, പദാർത്ഥങ്ങളുടെ സഞ്ചാരത്തിന് സഹായിക്കുന്ന ഒരു ഭാഗമാണെന്ത്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതേപോലെ ഒരു സെല്ലിന് ഷേപ്പും റിജിഡിറ്റിയും ദൃഢതയും കൊടുക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ആണ്. അതുകൊണ്ടാണ് സ്കെലിട്ടൺ ഓഫ് ദ സെൽ എന്ന് ആരെ അറിയപ്പെടുന്നത്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിനെ അറിയപ്പെടുന്നത്. ഓക്കെ, ഈ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം രണ്ട് ടൈപ്പ് ഉണ്ട്. രണ്ട് ടൈപ്പ് ഓഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഉണ്ട്. ഒന്ന് എന്തുവാ? ഒരു എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ കുറേ തരികൾ ഇങ്ങനെ കിടക്കുന്നതാണ്. അതിനകത്ത് എന്ത് കിടക്കുന്നതാണ്? ഇങ്ങനെ കുറേ തരികൾ ഇങ്ങനെ കിടക്കുന്നതാണ്. ഈ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിനകത്ത് കുറേ തരികൾ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ്. മനസ്സിലായോ? മറ്റേതിനകത്ത് പ്രത്യേകിച്ച് തരികളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന കാണാം. മനസ്സിലായോ? ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ഇങ്ങനെ തരികളായിട്ട് ഇരിക്കുന്ന എന്തുവാണെന്നറിയാമോ? ഇതാണെന്ത്? റൈബോസോം എന്ന് പറയുന്നത്. ഈ റൈബോസോമാണ് ഈ തരികൾ എന്ന് പറയുന്നത്. അപ്പം റൈബോസോം പറ്റിപ്പിടിച്ചിരിക്കുന്ന എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിനെയാണ് റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറയുന്നത്. റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറയുന്നത്. റൈബോസോം പറ്റിപ്പിടിച്ചിരിക്കാത്തവയാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇവിടെ റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിന്റെ ജോലി എന്താ? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിന്റെ ജോലി നമ്മൾ പഠിച്ചു. എന്താ? സഞ്ചാരപാതയായിട്ട് സഹായിക്കുന്നു, കോശത്തിന് ഷേപ്പും ദൃഢതയും കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിന്റെ ജോലി വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയും? റൈബോസോം അല്ലേ ഇവിടെ ഇരിക്കുന്നത്? റൈബോസോമിന്റെ ജോലി നമുക്കറിയാം, പ്രോട്ടീൻ സിന്തസിസ് ആണ്. അപ്പോൾ റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിന്റെ ജോലി എന്താ? പ്രോട്ടീൻ നിർമ്മാണം എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിന്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒന്ന്, ലിപ്പിഡിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. ഒരു ഫോം ഓഫ് ഫാറ്റ് ആണ് എന്ത്? ലിപ്പിഡിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. അതേപോലെ ഡീടോക്സിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് പോയിസണ് സഹായിക്കുന്നു. ഡ്രഗ്സിൻ്റെയും പോയിസണിൻ്റെയും ഒക്കെ ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് ആര് തന്നെ? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ആണ്. അതേപോലെ ചില സ്റ്റിറോയിഡ് ഹോർമോണുകളുടെ നിർമ്മാണത്തിന് ആര് സഹായിക്കുന്നുണ്ട്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതാണ്ട് ഇവിടെ ആൻസർ എന്താ? ഡീടോക്സിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് പോയിസൺ. ഇവിടെ സിന്തസിസ് ഓഫ് ലിപ്പിഡും ഉണ്ട്. അതും എന്തിൻ്റെ ജോലി തന്നെ? നമ്മുടെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൻ്റെ ജോലിയാണെന്ത്? ഈ പറഞ്ഞ സിന്തസിസ് ഓഫ് ലിപ്പിഡ് എന്ന് പറയുന്നത്. അന്ന് എക്സാമിന് ആൻസർ ആയിട്ട് കൊടുത്തിരുന്ന ഏതാ? ഡീടോക്സിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് പോയിസൺസ് ആണ്. ക്ലിയർ? ഓക്കെ ആണല്ലോ? ഇത് രണ്ടും ആരുടെ ജോലിയാ? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൻ്റെ ജോലിയാണെന്ന് മനസ്സിലാക്കിക്കോണം. അടുത്തത്, സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ ഫുൾ ഫോം ഓഫ് എയ്ഡ്സ്. എയ്ഡ്സിൻ്റെ ഫുൾ ഫോം ആണ് അടുത്ത നമുക്ക് അറിയേണ്ടത്. അക്യൂർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രം, അഗ്രവേറ്റഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രം, ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രം, ആഡഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രം. ഓക്കെ, അങ്ങനെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം എയ്ഡ്സിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? അക്യൂർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രം. ഏതാ? ഓപ്ഷൻ എ, അക്യൂർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രം ആണെന്ത്? എയ്ഡ്സിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് പാർട്ട് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം പ്രിവെൻറ്റ്സ് ദ എയർ പാസേജ് ഫ്രം കൊളാപ്സിംഗ്? വാട്ട് പാർട്ട് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം പ്രിവെൻറ്റ്സ് ദ എയർ പാസേജ് ഫ്രം കൊളാപ്സിംഗ്? ട്രക്കിയ, റിങ്സ് ഓഫ് കാർട്ടിലേജ്, സ്പൈൻ, റിബ്സ്. ഓക്കെ, അപ്പം റെസ്പിറേറ്ററി സിസ്റ്റത്തിനകത്ത് എയർ പാസേജ് മൂലം അത് തകരാതിരിക്കാൻ വേണ്ടിയിട്ട് റെസ്പിറേറ്ററി സിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിക്കുന്നത്. ക്ലിയർ? ഓക്കെ ആണല്ലോ? നമുക്കറിയാം നമ്മുടെ ശ്വാസനാളമുണ്ടല്ലോ, നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്റ്റേണൽ നോസ്ട്രിൽസ് തൊട്ട് ആൽവിയോളെ വരെ നീണ്ടു നിൽക്കുന്നതാണ് എന്ത്? റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ശ്വാസനാളം തൊട്ടുള്ള ഭാഗം നോക്കാം. ശ്വാസനാളം 2 ശാഖകളായിട്ട് പിരിയുന്നതാണെന്ത്? ആണ്ടേ, ഇങ്ങനെ ശ്വാസനാളം 2 ശാഖകളായിട്ട് പിരിയുന്നതാണ് ശ്വസനി എന്ന് പറയുന്നത്, ബ്രോങ്കസ്. ഇതെന്താ? ട്രക്കിയാണ്. ഇത് ട്രക്കിയ, ഇത് ബ്രോങ്കസ്.
ക്ലിയർ ആണല്ലോ. നമ്മുടെ ട്രക്കിയ അല്ലെങ്കിൽ ശ്വാസനാളം അല്ലെങ്കിൽ വായുനാളം ഇവർ സി ഷേപ്ഡ് കാർട്ടിലേജ് കൊണ്ട് പ്രൊട്ടക്റ്റഡ് ആണ്. ഇവരെങ്ങനെയാണ് പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്നത്? ആണ്ടേ ഇവരിങ്ങനെ സി ഷേപ്ഡ് കാർട്ടിലേജ് റിങ് കൊണ്ട് പ്രൊട്ടക്റ്റഡ് ആണ്. ആര്? ട്രക്കിയ എന്ന് പറയുന്നത്. സി ആകൃതിയിലെ തരുണാസ്ഥികളാൽ, കാർട്ടിലേജിന്റെ മലയാളമാണെന്ത്? തരുണാസ്ഥി. അപ്പം സി ആകൃതിയിലെ തരുണാസ്ഥികളാൽ സംരക്ഷിതമാണ് ആര്? ട്രക്കിയ അല്ലെങ്കിൽ വായുനാളം എന്ന് പറയുന്നത്. മനസ്സിലായോ? ട്രക്കിയ അല്ലെങ്കിൽ വായുനാളം. സി ആകൃതിയിലെ തരുണാസ്ഥികളാൽ സംരക്ഷിതമാണ് ആര്? ട്രക്കിയ അല്ലെങ്കിൽ വായുനാളം. ക്ലിയർ? ട്രക്കിയ മാത്രമല്ല, ട്രക്കിയ 2 ശാഖകളായിട്ട് പിരിയുന്നതാണ് ബ്രോങ്കസ്, ശ്വസനി. ഈ ശ്വസനിക്കും എന്തുണ്ട്? ഈ റിങ്സ് ഓഫ് കാർട്ടിലേജ് ഉണ്ട്. മനസ്സിലായോ? റിങ്സ് ഓഫ് കാർട്ടിലേജ് കൊടുക്കും. എന്തിനാണ് ഇങ്ങനെ കാർട്ടിലേജ് കൊണ്ട് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വായുനാളം എന്ന് പറയുന്ന സ്ഥലം എന്തുവാ? തുടർച്ചയായിട്ടുള്ള വായുസഞ്ചാരം നടക്കുന്ന ഒരു ഭാഗമാണ് എന്ത്? ഈ ട്രക്കിയ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതുമൂലം ആ തുടർച്ചയായ വായുസഞ്ചാരം മൂലം ഇത് തകരാൻ സാധ്യതയുണ്ട്. അപ്പം അതിൽ നിന്നും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട്, സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രക്കിയയ്ക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു റിങ്സ് ഓഫ് കാർട്ടിലേജ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സി ഷേപ്ഡ് കാർട്ടിലേജ് ആണ് കൊടുത്തിരിക്കുന്നത്. സി ഷേപ്ഡ് കാർട്ടിലേജ്. സി ഷേപ്പ് വരാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ. കാരണം ഈ പറഞ്ഞ ശ്വാസനാളത്തിൻ്റെ തൊട്ടു പുറയിലാണ് അന്നനാളം പോകുന്നത്. മനസ്സിലായോ? ഇത് ഫുൾ റിങ് ആയിരുന്നെങ്കിൽ, അന്നനാളം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അന്നനാളത്തിലൂടെയുള്ള ആഹാരത്തിൻ്റെ തരംഗരൂപത്തിലുള്ള ചലനം, വേവ് ലൈക്ക് മൂവ്മെൻറ്റ്, അതെന്താ? അതാണ് പെരിസ്റ്റാൾസിസ്. ഈ പെരിസ്റ്റാൾസിസ് കാരണം എന്താണ്ട് ഈ പെരിസ്റ്റാൾസിസ് കാരണം ഈ കാർട്ടിലേജിൽ വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവും. മനസ്സിലായോ? അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗം ഒഴിവാക്കിക്കൊണ്ട് ഒരു സി ഷേപ്ഡ് കൊടുത്തേക്കാണെന്ത്? നമ്മുടെ ട്രക്കിയയിൽ. ക്ലിയർ ആണോ? അപ്പം സി ഷേപ്പ് എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ളത് ചോദിച്ചിട്ടില്ല. പക്ഷേ ഇത് ഓർത്തോണം, ട്രക്കിയ തകരാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സംരക്ഷണ സംവിധാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ റിങ്സ് ഓഫ് കാർട്ടിലേജ് ആണ് ആൻസർ വരുന്നത്. മനസ്സിലായോ? ആൻസറിൽ ഓപ്ഷനിൽ കൊടുത്തേക്കുന്നത് എന്താ? റിങ്സ് ഓഫ് കാർട്ടിലേജ് ആണ്. ട്രക്കിയയിൽ കറക്റ്റായിട്ട് വരുന്നത് സി ഷേപ്ഡ് കാർട്ടിലേജ് ആണ് ട്രക്കിയയിൽ വരുന്നത്. ഓക്കെ. ട്രക്കിയയ്ക്ക് മാത്രമല്ല, ട്രക്കിയ 2 ശാഖകളായിട്ട് പോകുന്ന ബ്രോങ്കസിനും എന്തുണ്ട്? റിങ്സ് ഓഫ് കാർട്ടിലേജിൻ്റെ സംരക്ഷണമുണ്ട്. മനസ്സിലായോ? ഈ കാർട്ടിലേജിന് എന്താ? ഈ ശാഖകൾ, ഈ ഓരോ ശാഖകൾ എന്ത് ആവുന്നുണ്ട്? വീണ്ടും കുറേ ശാഖകളായിട്ട് പിരിയുക, അല്ലയോ? വീണ്ടും കുറേ ശാഖകളായിട്ട് പിരിയുക. അതിനെന്തില്ല? റിങ്സ് ഓഫ് കാർട്ടിലേജ് ഇല്ല. അതായത് ഈ ശാഖകൾക്കാണ് എന്ത് പറയുന്നത്? ബ്രോങ്കിയോൾസ് എന്ന് പറയും. ബ്രോങ്കിയോൾസ്. ഈ ബ്രോങ്കിയോൾസിന് കാർട്ടിലേജിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ല. കാർട്ടിലേജ് കൊണ്ടുള്ള പ്രൊട്ടക്ഷൻ ഇല്ല. മനസ്സിലായോ? ബ്രോങ്കിയോൾസിൻ്റെ അറ്റത്ത് എന്തുണ്ട്? ആൽവിയോളെ ഇങ്ങനെ വന്നിരിക്കും. ഇത് ഇത്രയും ചേരുന്നതാണ് എന്ത്? നമ്മുടെ ശ്വാസകോശം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം എന്തുകൊണ്ടാണ് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത് മനസ്സിലായല്ലോ? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിങ്സ് ഓഫ് കാർട്ടിലേജ് കൊണ്ടാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻസ് ഓഫ് റെസ്പിറേഷൻ ഈസ് ഓക്സിജൻ റിക്വയർഡ്? നമ്മുടെ ഓക്സിജൻ ആവശ്യമായി വരുന്ന റെസ്പിറേഷൻ്റെ റിയാക്ഷൻ മൂലം ഉണ്ടാകുന്ന കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് കൺവേർഷൻ ഓഫ് പൈറുവേറ്റ് ടു എത്തനോൾ. രണ്ടാമത്തത് കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു പൈറുവേറ്റ്. മൂന്നാമത്തത് കൺവേർഷൻ ഓഫ് പൈറുവേറ്റ് ടു കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് എനർജി. നാലാമത്തത് കൺവേർഷൻ ഓഫ് പൈറുവേറ്റ് ടു കാർബൺ ഡയോക്സൈഡ്. ഓക്കെ. അപ്പം 4 ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻസ് ഓഫ് റെസ്പിറേഷൻ ഈസ് ഓക്സിജൻ റിക്വയർഡ്? ഓക്സിജൻ ആവശ്യമായി വരുന്ന റെസ്പിറേഷൻ്റെ ഭാഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൺവേർഷൻ ഓഫ് പൈറുവേറ്റ് ടു എത്തനോൾ അല്ല. കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു പൈറുവേറ്റ് ഫസ്റ്റ് സ്റ്റേജിലാണ് നടക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതാ. ഫസ്റ്റ് സ്റ്റേജിൽ ഓക്സിജൻ വേണ്ട. കൺവേർഷൻ ഓഫ് പൈറുവേറ്റ് ടു കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് എനർജി. ശരിയല്ലേ? നമ്മുടെ മൈറ്റോകോൺട്രിയയിൽ വെച്ച്, ക്രെബ് സൈക്കിളിൽ മൈറ്റോകോൺട്രിയയിൽ വെച്ച് ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ പൈറുവിക് ആസിഡുമായി ചേർന്ന് എന്താവുന്നുണ്ട്? കാർബൺ ഡയോക്സൈഡ്, ജലം പ്ലസ് എനർജി, അതായത് 28 ATPയുടെ രൂപത്തിൽ എനർജി തരുന്നുണ്ട്. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ നോർമൽ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് പ്രഷർ ഇൻ ഹ്യൂമൻ ഈസ് ഡാഷ് റെസ്പെക്റ്റീവ്ലി. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 150 and 75 mm of Hg, 120 and 80 mm of Hg, 80 and 120 mm of Hg, and 160 mm of Hg. അപ്പോൾ ഇതിനകത്ത് കാർഡിയാക് സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് പ്രഷർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? 120/80 mm Hg ആണെന്ത്? സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ബ്ലഡ് പ്രഷർ എഴുതുന്നത് എങ്ങനെയാ? 120/80 mm Hg എന്നാണ് എഴുതുന്നത്, അല്ലയോ? അതായത് സിസ്റ്റോളിക് പ്രഷർ ആണെന്ത്?
സിസ്റ്റോളിക് പ്രഷർ അതാണ് എന്ത് 120 എന്ന് പറയുന്നത്. ഡയസ്റ്റോളിക് പ്രഷർ അതാണ് എന്ത് 80 mmHg എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ കമ്പൈൻ ചെയ്ത് നമ്മൾ 120/80 mmHg എന്നാണ് എഴുതുന്നത്. ഇനി ബ്ലഡ് പ്രഷർ ഒരു 140/90 മുകളിൽ പോവുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയാണ് എന്ത് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. 140/90 മേളിൽ പോവുകയാണെങ്കിൽ. ഇനി താഴുവാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഹൈപ്പോ ടെൻഷൻ എന്നും പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ് ഹെൽപ്പ് ഇൻ കീപ്പിംഗ് ദ എൻവയോൺമെന്റ് ക്ലീൻ? നമ്മുടെ പരിസ്ഥിതി വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഈ പറഞ്ഞേക്കുന്ന ഏത് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് അതിനെ സഹായിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ആൽഗെ ആൻഡ് ലൈക്കൻസ്, ആൽഗെ ആൻഡ് പ്രോട്ടോസോവ, പ്രോട്ടോസോവ ആൻഡ് ലൈക്കൻസ് ആൻഡ് ബാക്ടീരിയ ആൻഡ് ഫംഗസ്. അപ്പോൾ ഇതിനകത്ത് എൻവയോൺമെൻറ്റ് ക്ലീനാക്കി സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഏതൊക്കെയോ? ആൻസർ അറിയാമല്ലോ. ആൻസർ എന്താ? ബാക്ടീരിയയും ഫംഗസുമാണ് ആൻസർ എന്ന് പറയുന്നത്. ആൻസർ എന്താ? ബാക്ടീരിയയും ഫംഗസുമാണ് ആൻസർ. കാരണം എന്താ? ഈ ബാക്ടീരിയയും ഫംഗസ് എന്ന് പറഞ്ഞാൽ എന്താ? അവർ ഡീകമ്പോസേഴ്സ് ആണ് അല്ലേ? അവരെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഡീകമ്പോസേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെഡ് മാറ്റേഴ്സിനെ, ഡെഡ് ഓർഗാനിസത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത്, മനസ്സിലായോ? അവരെന്താ ചെയ്യുന്നത്? ഡെഡ് ആൻഡ് ഡീക്കേഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിനകത്തുള്ള പോഷണങ്ങളെയെല്ലാം അവരെല്ലാം ഭക്ഷിച്ച് അതിനകത്തുള്ള പോഷണങ്ങളെ മണ്ണിലേക്ക് ചേർക്കും, അല്ലയോ? മണ്ണിലേക്ക് ചേർത്ത് അത് മറ്റു ജീവികൾക്കും മറ്റു ജീവജാലങ്ങൾക്കും കിട്ടുന്ന രീതിയിലേക്ക് ഇവർ പ്രവർത്തിക്കുന്നു. അതാണ് ബാക്ടീരിയയും ഫംഗസും ചെയ്യുന്നത്. മനസ്സിലായോ? എന്താ ബാക്ടീരിയ ഫംഗസ് ചെയ്യുന്നത്? നമ്മുടെ ഡെഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ എന്ത് ചെയ്യുന്നു? അവർ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിനകത്തുള്ള പോഷണങ്ങളെ മണ്ണിലേക്ക് ചേർത്ത് എന്ത് ചെയ്യുന്നു? മറ്റ് ജീവജാലങ്ങൾക്കും ലഭിക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നു. അങ്ങനെയാണ് പരിസ്ഥിതിയെ അവർ വൃത്തിയായി സൂക്ഷിക്കുന്നത്. അപ്പോൾ അതിന് സഹായിക്കുന്ന ഡീകമ്പോസേഴ്സിന് എക്സാമ്പിളാണ് ബാക്ടീരിയയും ഫംഗസും എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? ഇതിനകത്ത് ഈ ആൽഗെ കൊടുത്തേക്കുന്നത് എന്തുവാ? ആൽഗെ പ്രൊഡ്യൂസേഴ്സ് ആണ്. ആൽഗെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സിന് എക്സാമ്പിളാണ് ആൽഗെ എന്ന് പറയുന്നത്. അതേപോലെ ലൈക്കൻസ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? അത് സിംബയോട്ടിക് ഓർഗാനിസത്തിന് എക്സാമ്പിളാണ്. സിംബയോട്ടിക് ഓർഗാനിസത്തിന് എക്സാമ്പിൾ ആണെന്ത്? ലൈക്കൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടിയല്ലോ, ബാക്ടീരിയയും ഫംഗസും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ടേബിൾ ഗിവൺ ബിലോ ഷോസ് 4 മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ ആൻഡ് ദെയർ മോഡ്സ് ഓഫ് ആക്ഷൻ. വിച്ച് ഓപ്ഷൻ ഷോസ് ദ കറക്റ്റ് മാച്ചിങ്? അപ്പോൾ ചേരുംപടി ചേർക്കുക, അതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു സൈഡിൽ കൊടുത്തിട്ടുള്ളതാണ് കോപ്പർ ടി, ഓറൽ പിൽസ്, കോണ്ടം, ട്യൂബെക്ടമി. അടുത്ത സൈഡിൽ സ്പേംസ് ഡു നോട്ട് റീച്ച് സെർവിക്സ്, പ്രിവെൻറ്റ് ഫെർട്ടിലൈസേഷൻ, എഗ് വിൽ നോട്ട് റീച്ച് യൂട്രസ്, പ്രിവെൻറ്റ് ഇംപ്ലാന്റേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനെ ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് എന്ത് ചോദ്യം എന്ന് പറയുന്നത്. ക്ലിയർ? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ഏതാണെന്ന് നോക്കിക്കോ, തിരഞ്ഞെടുത്തോ. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തേത് കോപ്പർ ടി. കോപ്പർ ടിയുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഫെർട്ടിലൈസേഷനെ തടയുക എന്നുള്ളതാണ് ആരുടെ ജോലി? കോപ്പർ ടിയുടെ ജോലി എന്ന് പറയുന്നത്. നമ്മുടെ ഗർഭാശയത്തിലെ ബീജചലനത്തെയൊക്കെ തടഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? അത് ഫെർട്ടിലൈസേഷനെ തടയുന്നു. അതാണ് കോപ്പർ ടിയുടെ ജോലി. അപ്പം A2 ഓപ്ഷനിൽ വരുന്ന ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. A2 വരുന്ന ഇത് രണ്ടുമാണ്, പിന്നെ വരുന്നതാണ് ഇത് രണ്ടും. അടുത്ത ഓറൽ പിൽസ്. ഓറൽ പിൽസിൻ്റെ ജോലി ചോദിച്ചു കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷനെ തടയാൻ വേണ്ടി സഹായിക്കുന്നതാണെന്ത്? ഓറൽ പിൽസ് എന്ന് പറയുന്നത്. അതായത് B4 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ആൻസർ നമുക്ക് അതിൽ നിന്ന് കിട്ടി, ഓപ്ഷനിൽ നിന്ന് തന്നെ ആൻസർ കിട്ടി. ഓക്കെ, ബാക്കിയും കൂടെ നോക്കാം. അപ്പം ഓറൽ പിൽസ് പ്രിവെൻറ്റ് ഇംപ്ലാന്റേഷൻ. അടുത്ത കോണ്ടം എന്താ? സ്പേംസ് ഡു നോട്ട് റീച്ച് സെർവിക്സ്. ബീജം സെർവിക്സിലേക്കും ഗർഭാശയത്തിലേക്കും എത്തുന്നതിൽ നിന്നും തടയുന്നതാണ് ആരുടെ ജോലി? കോണ്ടത്തിൻ്റെ ജോലി എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ട്യൂബെക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാലോപ്പിയൻ ട്യൂബ്സ് അണ്ടത്തെ ഗർഭാശയത്തിലേക്ക് എത്തുന്നതിൽ നിന്നും തടയും. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. എഗ് വിൽ നോട്ട് റീച്ച് യൂട്രസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? A2 കോപ്പർ ടി prevent fertilization, B4 oral pills prevent implantation, C1 condom sperms do not reach cervix, D3 tubectomy egg will not reach uterus. Okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, what is the function of alveoli? To aid in the absorption of food, to purify blood, to help digest food, to provide a surface where exchange of gas takes place.
അപ്പോൾ ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാങ്കിൽ പോലും നമുക്ക് എഴുതാം ആൽവിയോള എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഏത് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടത് ആൽവിയോള എന്ന് പറയുന്നത്? അത് ശ്വസന വ്യവസ്ഥ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ് എന്ത്? ആൽവിയോളെ. ഗേഷ്യസ് എക്സ്ചേഞ്ചിന് സഹായിക്കുന്ന നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട് എക്സ്റ്റേണൽ നോസ്ട്രൽസ് മുതൽ ആൽവിയോളെ വരെയാണ് നിൽക്കുന്നത്, അല്ലയോ? ആ ആൽവിയോളെ വെച്ചിട്ടാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പം ഗേഷ്യസ് എക്സ്ചേഞ്ചിന് സഹായിക്കുന്ന റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ത്? ആൽവിയോളെ. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ടു പ്രൊവൈഡ് എ സർഫസ് വെയർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ടേക്സ് പ്ലേസ്. ബാക്കി ഇത്രയും ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ ഓഫ് ഫുഡ്, ഡൈജഷനെ പറ്റിയാണ് പറയുന്നത്. പ്യൂരിഫൈ ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് കൺവേർട്സ് അമോണിയ ഇൻ ടു യൂറിയ ഇൻ ഹ്യൂമൻസ്. ഓക്കെ, നമ്മൾ നേരത്തെ വൃക്കയുടെ അതിൻ്റെ ഓപ്ഷൻ നോക്കിയോ? കിഡ്നി, ലിവർ, പാൻക്രിയാസ്, ലാർജ് ഇൻറ്റസ്റ്റൈൻ. നമ്മൾ നേരത്തെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിനകത്ത് നെഫ്രോൺസിൻ്റെ സ്ട്രക്ചറും അതിനകത്ത് യൂറിൻ ഫോർമേഷനും എല്ലാം പറഞ്ഞു. അതിനകത്ത് നമ്മൾ പറഞ്ഞു ഒട്ടും തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത വസ്തുക്കളെ ബാഹ്യനളിക ലോമിക ജാലം പെരി ട്യൂബുലാർ ക്യാപ്പിലറീസ് തിരിച്ചു കൊടുക്കുന്നു. അതിനകത്തുള്ള ആളാരാ? H+, K+, യൂറിയ. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഏറ്റവും മാരകമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ വിഷവസ്തുവാണെന്ത്? അമോണിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? അമോണിയ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രോട്ടീൻസ് ദഹിച്ച് എന്താവുന്നുണ്ട്? അമിനോ ആസിഡ് ആവുന്നുണ്ട്. ഈ അമിനോ ആസിഡ് വീണ്ടും ബ്രേക്ക് ചെയ്ത് അമോണിയ ആയിട്ട് മാറുന്നുണ്ട്. മനസ്സിലായോ? ഈ അമോണിയ നേരെ എവിടെ വെച്ചാൽ കരളിൽ വെച്ചിട്ടാണ് ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത്. അപ്പോൾ കരളിൽ അടങ്ങിയിട്ടുള്ള വിഷവസ്തു ഏതെന്ന് പറഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതെന്തുവാ? അമോണിയാണ്. ക്ലിയർ? നമ്മുടെ അതായത് പ്രത്യേകിച്ചും കരയിൽ ജീവിക്കുന്ന ജീവികളിൽ അമോണിയ പ്രധാന വിസർജനമായിട്ട് നമുക്ക് പുറന്തള്ളാൻ പറ്റത്തില്ല. കാരണം അമോണിയ ഒരുപാട് ജലം നഷ്ടത്തിന് കാരണമാവും. അമോണിയ ജലവുമായിട്ട് ലയിച്ചിട്ടാണ് ഒരുപാട് ജലത്തിന് ഉപയോഗിച്ചിട്ടാണ് അതിന് വിസർജനം നടത്തുന്നത്. അപ്പം ഒരുപാട് ജലനഷ്ടം സംഭവിക്കുന്നു. എന്നാൽ യൂറിക് ആസിഡിന് അത്രയും ജലനഷ്ടം സംഭവിക്കാത്തതുകൊണ്ട് കരയിൽ ജീവിക്കുന്ന ജീവികൾ എന്ത് ചെയ്യും? അമോണിയനെ യൂറിയാക്കി മാറ്റും. അത് തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. നമ്മൾ അമോണിയ പുറന്തള്ളാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ശരീരത്തിന് ജലനഷ്ടം ഒരുപാട് സംഭവിക്കും. അപ്പോൾ അതിന് എന്ത് ചെയ്യും? ഈ അമോണിയനെ യൂറിയാക്കി മാറ്റും. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ യൂറോട്ടലിക്സ് ആണ്. മനസ്സിലായോ? അമോണിയയെ പുറന്തള്ളുന്ന ജീവികളെ നമ്മൾ വിളിക്കുന്നതാണ് അമോണോട്ടലിക്സ് എന്ന് പറയും. അമോണോട്ടലിക്സ്. നമ്മൾ യൂറിയ പുറന്തള്ളുന്ന ജീവികളെ യൂറിയോട്ടലിക്സ് എന്ന് പറയും. യൂറിക് ആസിഡ് പുറന്തള്ളുന്നവരെ നമ്മൾ യൂറിക്കോട്ടലിക്സ് എന്ന് പറയും. മനസ്സിലായോ? അപ്പം യൂറിയയെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് അമോണിയ എന്താക്കി മാറ്റണം? യൂറിയാക്കി മാറ്റണം. എവിടെ വെച്ചാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരളിൽ വെച്ച്. അപ്പം അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേർന്ന് എവിടെ വെച്ചാൽ ഇത് എവിടെ വെച്ചാൽ നടക്കുന്നത്? കരളിൽ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേർന്ന് എന്തായിട്ട് മാറുന്നു? നൈട്രജൻ സംയുക്തമായ യൂറിയ ആയിട്ട് മാറുന്നു. മനസ്സിലായോ? അപ്പോൾ ആൻസർ എന്താ? ഇതിൻ്റെ ലിവർ. ആൻസർ ലിവർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. How will the plant be affected if the rate of respiration becomes more than the rate of photosynthesis? Plant growth will slow down. Plants will store a lot of amount of food. More food will be oxidized than that produced, and plant will starve and die. Plant growth will increase due to more energy produced. Okay? അപ്പോൾ റേറ്റ് ഓഫ് റെസ്പിറേഷൻ ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചത്. മനസ്സിലായോ? നമുക്ക് ഒരു കാര്യം നോക്കാം. ഫോട്ടോസിന്തസിസിൽ എന്താ സംഭവിക്കുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ ആഹാര നിർമ്മാണമാണ്, അല്ലയോ? അവിടെ ആഹാരം നിർമ്മിക്കുകയാണ്, ഗ്ലൂക്കോസിനെ നിർമ്മിക്കുകയാണ് എവിടെ ചെയ്യുന്നത്? ഫോട്ടോസിന്തസിസ് വഴി ചെയ്യുന്നത്. ഓക്കെ, റെസ്പിറേഷനിൽ എന്താ ചെയ്യുന്നത്? ഫോട്ടോസിന്തസിസിലൂടെ ഉണ്ടാക്കിയ ഗ്ലൂക്കോസിനെ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? എനർജി പ്രൊഡക്ഷന് സഹായിക്കുന്നു. അതാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്, അല്ലയോ? അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? സ്റ്റോർ ചെയ്തേക്കുന്ന ഗ്ലൂക്കോസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ സസ്യത്തിന് എന്ത് കിട്ടുന്നുണ്ട്? തുടർച്ചയായിട്ട് ആഹാരവും മറ്റു കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അങ്ങനെ എന്നാൽ റേറ്റ് ഓഫ് റെസ്പിറേഷൻ കൂടിക്കഴിഞ്ഞാലോ? റേറ്റ് ഓഫ് റെസ്പിറേഷൻ ആണ് കൂടുന്നതെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത ഗ്ലൂക്കോസ് പെട്ടെന്ന് തീർന്നു, ഇല്ലയോ? റെസ്പിറേഷൻ്റെ റേറ്റ് കൂടുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? അത്രയും എനർജി പ്രൊഡക്ഷൻ്റെ റേറ്റും കൂടിക്കൊണ്ടിരിക്കുക. എനർജി പ്രൊഡക്ഷൻ്റെ റേറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ നിർമ്മിച്ച ഗ്ലൂക്കോസിൻ്റെ കൺസ്യൂമിങ്ങും കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഗ്ലൂക്കോസ് ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റെസ്പിറേഷൻ നിൽക്കും. ഗ്ലൂക്കോസ് ഇല്ലാതായി കഴിഞ്ഞാൽ സസ്യങ്ങൾക്ക് ആഹാരം കിട്ടുമോ? ഇല്ല, കാരണം സസ്യങ്ങൾ ആഹാരം എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലൂക്കോസ് ആണ്, അല്ലയോ? അപ്പം
ഇവിടെ എന്താ വരുന്നത്? മോർ ഫുഡ് വിൽ ബി ഓക്സിഡൈസ്ഡ് ദാൻ ദാറ്റ് പ്രൊഡ്യൂസ് ആൻഡ് പ്ലാന്റ് വിൽ സ്റ്റാർവ് ആൻഡ് ഡൈ. അതായത് പട്ടിണി കിടന്ന് ചത്തുപോകും. പ്ലാന്റ്സ് എന്ത് ചെയ്യും? പട്ടിണി കിടന്ന് ചത്തുപോകും. കാരണം പ്ലാന്റ്സിന്റെ ആഹാരമാണ്, ആഹാരം അത്രത്തോളം റെസ്പിറേഷൻ്റെ റേറ്റ് കൂടുമ്പം ഈ ആഹാരമാണ് എന്ത് ചെയ്യുന്നത്? എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് മോർ ഫുഡ് വിൽ ബി ഓക്സിഡൈസ്ഡ് ദാൻ പ്രൊഡ്യൂസ് എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ് സച്ച് ആസ് കഫിംഗ് ആൻഡ് സ്നീസിങ്. അപ്പോൾ ഇൻവോളണ്ടറി ആക്ഷൻസിനെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം അതേതാ? മെഡുല ഒബ്ലാങ്കേട്ട, ബ്രെയിൻ, പോൺസ്, സെറിബെല്ലം. അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡുല ഒബ്ലാങ്കേട്ടയാണ്. അപ്പോൾ നമ്മുടെ തലച്ചോറിന്റെ ഭാഗമായിട്ടുള്ള മെഡുല ഒബ്ലാങ്കേട്ടയാണ് ഇൻവോളണ്ടറി ആക്ഷൻസിനെ, അനൈച്ഛിക പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. There are 29 bones in human head. Which of the following classification is correct? അപ്പം തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്, 29 എന്ന് പറഞ്ഞ എണ്ണം തന്നിട്ടുണ്ട്. അതിനകത്ത് ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആയിട്ടുള്ളത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഫോർഹെഡ് 8, ഫേഷ്യൽ 14, ഇയർ 4, ഹയോയിഡ് 3. ഫോർഹെഡ് 8, ഫേഷ്യൽ 14, ഇയർ 6, ഹയോയിഡ് 1. ഫോർഹെഡ് 8, ഫേഷ്യൽ 12, ഇയർ 6, ഹയോയിഡ് 3. ഫോർഹെഡ് 8, ഫേഷ്യൽ 12, ഇയർ 8, ഹയോയിഡ് 1. അങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്, 4 ക്ലാസിഫിക്കേഷൻ രീതികൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ഏതാണെന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം നമുക്ക് നോക്കാം. തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ മൊത്തം 22 അസ്ഥികളാണുള്ളത്. തലയോട്ടിയിൽ മൊത്തം 22 അസ്ഥികളാണുള്ളത്. മനസ്സിലായോ? ആ 22 അസ്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ഹെഡ് എന്ന് പറയുന്നത് മൊത്തത്തിൽ 29 അസ്ഥികൾ വെച്ച് നമുക്ക് പറയാം. 29 അസ്ഥികളിനകത്ത് മുഖം എന്ന് പറയുന്നത്, മുഖം, നമ്മുടെ മുഖം വരുന്ന എത്രണ്ണമാണ്? 14 അസ്ഥികൾ. പിന്നെ വരുന്ന കപാലം, അതായത് നമ്മുടെ തലയോട് മുകൾ ഭാഗത്ത് വരുന്നതാണ്. എത്രണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 8 എണ്ണം വരുന്നുണ്ട്. അപ്പം മുഖം 14, കപാലം 8. ഓക്കെ, പിന്നെ വരുന്നത് അപ്പം മുഖം 14, കപാല 8 ഇനി ചെവി എടുത്തു കഴിഞ്ഞാൽ ചെവി, ഒരു ചെവിയിൽ 3 എണ്ണം വെച്ച് 2 ചെവിയിലും കൂടെ 6 എണ്ണം. ഓക്കെ, ഇതേതാ? ഇയർ. പിന്നെ വരുന്നൊന്ന് തൊണ്ടയിലെ അസ്ഥിയുടെ പേരാണ് ഹയോയിഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതെത്രണ്ണമാ? 1 എണ്ണം. ക്ലിയർ ആണല്ലോ? എണ്ണി നോക്കിയേ. 14, 8, 22, 22, 6, 28, 28, 1, 29 അസ്ഥികൾ. മനസ്സിലായോ? ചിലപ്പോഴൊക്കെ തലയോടിന്റെ അസ്ഥികളുടെ എണ്ണം തന്നിട്ട് അവിടെ എന്ത് പറയും? 22 എന്ന് പറയും ചിലപ്പം. അതെന്തുവാ? ഈ മുഖത്തിലെ 14, കപാലത്തിലെ 8 എണ്ണം കൂടെ ചേർത്തിട്ടാണ് എന്ത്? 22. ക്രേനിയത്തിലെ 8ഉം മുഖത്തിലെ 14, ഇത് രണ്ടും കൂടെ ചേർത്താണ് 22 എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ഹെഡിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് കിട്ടിയല്ലോ. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഏതാ കറക്റ്റ് ആയിട്ടുള്ളത് വരുന്നത്? ഫോർഹെഡ് 8, ഫേഷ്യൽ 14, ഇയർ 6, ഹയോയിഡ് 1. ഇതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സ്റ്റോറേജ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ഇൻ പ്ലാന്റ്സ്? സസ്യങ്ങളിൽ കാർബോഹൈഡ്രേറ്റിന്റെ ഏത് രൂപത്തിലാണ് സസ്യങ്ങളിൽ സ്റ്റോർ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്ലൂക്കോസ്, ഗ്ലൈക്കജൻ, സ്റ്റാർച്ച്, സുക്രോസ്. ഗ്ലൂക്കോസ്, ഗ്ലൈക്കജൻ, സ്റ്റാർച്ച്, സുക്രോസ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തുവാ? സസ്യങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യുന്നത് ഏത് രൂപത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ്. മനസ്സിലായോ? സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് എന്ത്? സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് സസ്യങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യുന്നത്. ഈ ഗ്ലൈക്കജൻ എന്നൊക്കെ പറയുന്ന ജന്തുക്കളിൽ സേവ് ചെയ്യുന്നതാണ്. ജന്തുക്കളിലൊക്കെ വരുന്നതാണ് എന്ത്? ഗ്ലൈക്കജൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതേപോലെ ഈ സസ്യങ്ങളിനകത്ത് കാർബോഹൈഡ്രേറ്റ് നീങ്ങുന്നത്, അതായത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഏത് രൂപത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുക്രോസിന്റെ രൂപത്തിലുമാണ്. അതായത് നമ്മുടെ സസ്യത്തിനകത്ത് ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ട് എന്തുണ്ടാവുന്നുണ്ട്? സ്റ്റാർച്ച് ഉണ്ടാവുന്നുണ്ട്. ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ്. പക്ഷേ ഈ സ്റ്റാർച്ച് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ്, അല്ലയോ? അപ്പോൾ ആ കോംപ്ലക്സ് സ്ട്രക്ചറിന് സസ്യങ്ങളുടെ ഫ്ലോയത്തിലൂടെ ഒന്നും അതിന് സഞ്ചരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതെന്തായിട്ട് മാറണം? അത് സൂക്രോസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് അത് സസ്യങ്ങളിനകത്ത് മൂവ്മെന്റ് നടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ പ്ലാന്റ്സിൽ മൂവ്മെന്റിന് സഹായിക്കുന്ന ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സുക്രോസ് ആണ്. സ്റ്റോർ ചെയ്തേക്കുന്ന ഏത് രൂപത്തിലാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർച്ചിന്റെ രൂപത്തിൽ. ക്ലിയർ? ഓക്കെ,
നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത്, സം ഫീച്ചേഴ്സ് ഓഫ് ജീൻസ് ആർ മെൻഷൻ ബിലോ. വിച്ച് ഓപ്ഷൻസ് സ്റ്റേറ്റ്സ് ദ ഇൻകറക്റ്റ് ഫീച്ചർ ഓഫ് ജീൻസ്? ജീൻസിന്റെ തെറ്റായിട്ടുള്ള ഒരു ഫീച്ചർ ഏതാ ഇതിനകത്ത് കൊടുത്തേക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്, ദേ ഡു നോട്ട് അണ്ടർഗോ എനി ചേഞ്ച്. ദേ ആർ സെഗ്മെന്റ്സ് ഓഫ് DNA. ഈച്ച് germ cells ഹാസ് വൺ ജീൻ സെറ്റ്. ദേ കൺട്രോൾസ് ട്രേറ്റ്സ് ബൈ പ്രൊഡ്യൂസിങ് പ്രോട്ടീൻസ്. അപ്പൊ ജീനിന്റെ ചില ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തത്, ദേ ഡു നോട്ട് അണ്ടർഗോ എനി ചേഞ്ച്. ശരിയാണോ? തെറ്റല്ലേ? ജീൻസിന് മാറ്റങ്ങൾ സംഭവിക്കാം, അതിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്, ഇല്ലയോ? അപ്പം ജീൻ ചിലപ്പോഴൊക്കെ എന്ത് സംഭവിക്കാം? ആ ജീനിന് മാറ്റങ്ങൾ സംഭവിക്കാം, അതിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഇതെന്താ? ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. കാരണം ജീനിന് എന്ത് സംഭവിക്കാം? ജീനിന് മ്യൂട്ടേഷൻ സംഭവിക്കാം. മനസ്സിലായോ? അപ്പൊ ജീൻ മേ അണ്ടർഗോ ചേഞ്ചസ്. ക്ലിയർ ആണല്ലോ? അതിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. പിന്നെ ജീൻ, ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ജീൻ എന്ന് പറയുന്നത് എന്താ? സെഗ്മെന്റ്സ് ഓഫ് DNA ആണ്. പിന്നെ ഇതിനകത്ത് ഈച്ച് ജേം സെൽ എന്ന് പറഞ്ഞാൽ എഗ്, സ്പേം. അപ്പം അതിനകത്ത് എന്തുണ്ട്? ഒരു സെറ്റ് ഓഫ് ക്രോമസോം, ഒരു സെറ്റ് ഓഫ് ജീൻ ഉണ്ട്. അത് രണ്ടും കൂടെ ഫെർട്ടിലൈസേഷൻ സമയത്താണ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പം ഈച്ച് ജേം സെൽസ് ഹാസ് വൺ ജീൻ സെറ്റ്. ശരിയാണ്. ദേ കൺട്രോൾ ട്രേറ്റ്സ് ബൈ പ്രൊഡ്യൂസിങ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അവർ ട്രേറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ബാക്കി ഫീച്ചേഴ്സ് എല്ലാം എന്താ? കറക്റ്റ് ആണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാ? ദേ ഡു നോട്ട് അണ്ടർഗോ എനി ചേഞ്ച് എന്നുള്ളത് തെറ്റാണ്. അവർ ചേഞ്ച് സംഭവിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The dash does not function as an excretory organ in humans. Small intestine, skin, large intestine, lungs. ഇതിന്റെ ആൻസർ എന്തുവാ? എക്സ്ക്രീറ്ററി ഓർഗൻ അല്ലാത്ത ഒരു അവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാ? സ്മോൾ ഇൻഡസ്റ്റൈനാ. സ്മോൾ ഇൻഡസ്റ്റൈൻ ആണ് എന്ത്? ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ഭാഗമാണ് സ്മോൾ ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്നത്, അല്ലേ? അടുത്ത സ്കിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? സ്കിന്നിൽ എന്താ സംഭവിക്കുന്നത്? സ്കിന്നിനകത്ത് എന്തോ സംഭവിക്കുന്നത്? വിയർപ്പിലൂടെ വിസർജനം നടത്തുന്നത്. വിയർപ്പിലൂടെ വിസർജനം നടത്തുന്ന ഒരു അവയവമാണ് എന്ത്? സ്കിൻ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ വിസർജന അവയവം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ സ്കിന്നാണ്. ലാർജ് ഇൻഡസ്റ്റൈൻ, ദഹിക്കാത്ത ആഹാരം പുറന്തള്ളുന്നത് ഏത് വഴിയാ? ലാർജ് ഇൻഡസ്റ്റൈൻ വഴിയാണ്. ലാർജ് ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട് ജലവും ലവണവും ആഗിരണം ചെയ്തിട്ട് എന്ത് ചെയ്യും? ബാക്കി ദഹിക്കാത്തതിനെല്ലാം എന്ത് ചെയ്യും? പുറന്തള്ളും. അപ്പൊ ലാർജ് ഇൻഡസ്റ്റൈനും എക്സ്ക്രീറ്ററി ഓർഗന്റെ ഒരു ഭാഗമായിട്ട് പറയാം. ലങ്സ് എന്തിനെ കളയുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളാൻ സഹായിക്കുന്നതാണ് ലങ്സ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താ? സ്മോൾ ഇൻഡസ്റ്റൈൻ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഹോർമോൺ പ്രൊമോട്ട്സ് RBC പ്രൊഡക്ഷൻ ഇൻ ബോൺ മാരോ? അപ്പം അസ്ഥിമജ്ജയിൽ RBCയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പ്രോട്ടീൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറോട്ടോണിൻ, സൊമാറ്റോട്രോപ്പിൻ, പ്രൊലാക്റ്റിൻ. എന്താ? എറിത്രോപോയിറ്റിൻ ആണ് ആൻസർ. RBCയുടെ പ്രൊഡക്ഷന് സഹായിക്കുന്ന ഹോർമോൺ അല്ലെങ്കിൽ പ്രോട്ടീൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എറിത്രോപോയിറ്റിൻ. മനസ്സിലായോ? നമ്മൾക്കറിയാം RBCയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, ഇതിന്റെ എല്ലാം നിർമ്മാണത്തിന് സഹായിക്കുന്ന ഹോർമോണിന്റെ പേര് പഠിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിന് RBCയുടെ മറ്റൊരു പേരാണെന്ത്? എറിത്രോസൈറ്റ്. WBCയുടെ മറ്റൊരു പേര് ലൂക്കോസൈറ്റ്. പ്ലേറ്റ്ലെറ്റ്സിന്റെ ത്രോംബോസൈറ്റ്. ഇതിനകത്തെല്ലാം പോയിറ്റിൻ ചേർത്ത് കഴിഞ്ഞാൽ സഹായിക്കുന്ന ഹോർമോണിന്റെ പേരായി. ഇതിനകത്തെല്ലാം പോയിസിസ് ചേർത്ത് കഴിഞ്ഞാൽ നിർമ്മാണ പ്രക്രിയയായി. ഓക്കെ, അപ്പോൾ RBCയുടെ നിർമ്മാണ പ്രക്രിയ എറിത്രോപോയിസിസ്, പ്രോട്ടീൻ എറിത്രോപോയിറ്റിൻ. WBCയുടെ ആകുമ്പം ലൂക്കോപോയിസിസ്, പ്രോട്ടീൻ ലൂക്കോപോയിറ്റിൻ. പ്ലേറ്റ്ലെറ്റ്സിന്റെ ആകുമ്പോൾ എന്താ? നിർമ്മാണ പ്രക്രിയ പോയിസിസ്, സഹായിക്കുന്ന ഹോർമോൺ ത്രോംബോപോയിറ്റിൻ. ഇവിടെ കൊടുത്തിരിക്കുന്ന ബാക്കിയൊക്കെ എന്തുവാ? സെറാട്ടോണിൻ. സെറാട്ടോണിൻ എന്താ? നമ്മുടെ വൈകാരിക മൂഡ് സ്വിങ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ് എന്ത്? സെറോട്ടോണിൻ എന്ന് പറയുന്നത്. അടുത്ത സൊമാറ്റോട്രോപ്പിൻ. സൊമാറ്റോട്രോപ്പിൻ എന്താ? വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നതാണ് സൊമാറ്റോട്രോപ്പിൻ. പ്രൊലാക്റ്റിൻ, മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇത് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് എയ്ഡ്സ് ഇൻ ദ എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. നമ്മൾ ആദ്യം തന്നെ നോക്കിയതാണ്. ഇതിന്റെ ആൻസർ അപ്പോൾ അറിയാലോ. എന്താ? ബൈൽ സാൾട്സ്. ബൈലാണ് എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റിന് സഹായിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സം പ്ലാന്റ്സ് ക്യാൻ ഓൾസോ പ്രൊഡ്യൂസ് ന്യൂ പ്ലാന്റ്സ് ഫ്രം ദെയർ റൂട്ട്സ്. An example of such plant is dash. അപ്പോൾ നമുക്കറിയാം ഈ ചില സസ്യങ്ങൾ എന്ത് ചെയ്യും? അവരുടെ വേരുകളിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്നും റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള ഒരു സസ്യത്തിന്റെ എക്സാമ്പിളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സ്വീറ്റ് പൊട്ടറ്റോ, കാക്ടസ്, ജിഞ്ചർ, ബ്രയോഫൈലം. ഓക്കെ, ഇതിന്റെ ആൻസർ എന്താ? നമുക്കറിയാം ബ്രയോഫൈലം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബഡിൽ നിന്നും മുളച്ചിട്ട് ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ബഡിൽ നിന്നാണ്. എന്നിട്ട് അത് എന്ത് ചെയ്യും? ലീവ്സിന്റെ ഒക്കെ ഇലകളുടെ മാർജിനിൽ വെച്ച് ഡെവലപ്പ് ചെയ്തിട്ടാണ് എന്ത്? ബ്രയോഫൈലം വരുന്നത്.
മനസ്സിലായോ? ജിഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ജിഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അണ്ടർഗ്രൗണ്ട് മോഡിഫൈഡ് സ്റ്റെമ്മിൽ നിന്നാണ് ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അണ്ടർഗ്രൗണ്ട് മോഡിഫൈഡ് സ്റ്റെമ്മിൽ നിന്നാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ കാക്ടസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടുന്ന? സ്റ്റെം കട്ടിങ് അതേപോലെ സീഡിൽ നിന്നുമൊക്കെയാണ് വരുന്നത്. സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എന്ത്? റൂട്ടിൽ നിന്നും റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. റൂട്ടിൽ നിന്നും റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീറ്റ് പൊട്ടറ്റോ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് ഓർത്ത് വെച്ചോണം. ഓക്കെ. അപ്പം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ എക്സാമ്പിൾ ആണ് ബ്രയോഫൈലം. എന്താ? ബഡിൽ നിന്നും റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇലകളുടെ മാർജിനിൽ വെച്ച്, അതായത് ഇലകളുടെ ലൈനിങ്ങിൽ എന്ത് ചെയ്യുന്നു? അവർ ഡെവലപ്പ് ചെയ്യുന്നു. ജിഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? മോഡിഫൈഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്നാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാക്ടസ് എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിങ് അതേപോലെ സീഡിൽ നിന്നും. സ്വീറ്റ് പൊട്ടറ്റോ ആണ് റൂട്ടിൽ നിന്നും വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വിറ്റാമിൻ ആക്ടിവേറ്റ്സ് പ്രോട്ടീൻസ് ആൻഡ് കാൽഷ്യം എസെൻഷ്യൽ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്? അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. വൈറ്റമിൻ B1, K, D, C. അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഏതാ? വൈറ്റമിൻ K ആണ്. ഫില്ലോക്കിനോൺ, അതാണ് എന്ത്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത്. B1 എന്തുവാ? നാഡീ വ്യവസ്ഥയ്ക്ക് സഹായിക്കുന്നതാണ് എന്ത്? B1 എന്ന് പറയുന്നത്. B1 എന്ന് പറയുന്നത് എന്തുവാ? നാഡീ വ്യവസ്ഥയ്ക്ക്, നെർവസ് സിസ്റ്റത്തിന് സഹായിക്കുന്നത്. നെർവസ് സിസ്റ്റത്തിന് സഹായിക്കുന്നതാണ് എന്ത്? B1 എന്ന് പറയുന്നത്. പിന്നെ വിറ്റാമിൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീത്ത് ആൻഡ് ബോൺസിന് സഹായിക്കുന്നത്. വിറ്റാമിൻ സി എന്താ? വൂണ്ട് ഹീലിംഗിന് സഹായിക്കുന്നത്. വിറ്റാമിൻ സി ആണ്. ഇവിടെ ആൻസർ എന്താ? വൈറ്റമിൻ കെ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത്. The phloem is a plant's vascular tissue that transports water, nutrients, gases, oxygen. അപ്പോൾ ഇതിനകത്ത് പ്ലാന്റിൻ്റെ വസ്കുലർ ടിഷ്യൂവിന് എക്സാമ്പിൾ ആണ് ഫ്ലോയവും സൈലവും. അപ്പോൾ ഫ്ലോയം ഇതിനകത്ത് എന്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഫ്ലോയം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്തിനെയാ? ന്യൂട്രിയൻസിനെയാണ് ഫ്ലോയം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ജലത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആരാ? അത് സൈലമാണ്. മനസ്സിലായോ? സൈലമാണ് ജലത്തിനെ ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്നത്. ജലത്തിൻ്റെയും ലവണത്തിൻ്റെയും ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്നത് സൈലം. ന്യൂട്രിയൻസിൻ്റെ ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്ന ആരാ? ഫ്ലോയോ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസംസ് ഈസ് സെൽ തിയറി ഗിവൺ ബൈ ഷ്ലീഡൻ ആൻഡ് ഷ്വാൻ നോട്ട് ആപ്ലിക്കബിൾ? MJ ഷ്ലീഡനും തിയോഡർ ഷ്വാനും ആവിഷ്കരിച്ച കോശ സിദ്ധാന്തത്തിൽ ബാധകമല്ലാത്ത ജീവി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈറസസ്, ഫംഗൈ, ആനിമൽസ്, ആൽഗെ. അപ്പോൾ ഇതിനകത്ത് കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ആരാ? ആൻസർ വൈറസ് ആണ്. ആൻസർ എന്താ? വൈറസ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറസ് എന്തുകൊണ്ട് സെൽ തിയറി ബാധിക്കുന്നില്ല? കാരണം വൈറസുകൾക്ക് എന്തില്ല? സെല്ലില്ല. കാരണം സെൽ തിയറിയിൽ ആദ്യത്തെ പോയിന്റ് എന്താ? എല്ലാ ജീവനും കോശങ്ങളാൽ നിർമ്മിതമാണ്. മനസ്സിലായോ? ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. മനസ്സിലായോ? അതേപോലെ രണ്ടാമത്തെ പോയിന്റ് എന്തുവാ? സെൽസ് ആർ ദ ബേസിക് ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ഒരു ജീവന്റെ അടിസ്ഥാന ഘടകം, ഘടനാപരവും ജീവിതധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകമാണെന്ത്? കോശം. അങ്ങനൊരു കോശം ആർക്കില്ല? വൈറസിനില്ല. വൈറസിനാകെയുള്ള എന്താ? ഒരു പ്രോട്ടീൻ ആവരണം വരും. ഇതിനെയാണ് നമ്മൾ ക്യാപ്സിഡ് എന്ന് പറയുന്നത്. ഇതിനകത്താണ് ആരുള്ളത്? ഇതിനകത്ത് DNA കാണും, അല്ലെങ്കിൽ RNA കാണും. ഇത്രയും മാത്രമാണ് എന്ത്? ഒരു വൈറസ്. അതുകൊണ്ട് തന്നെ വൈറസിന് എന്ത് ആപ്ലിക്കബിൾ അല്ല? സെൽ തിയറി ആപ്ലിക്കബിൾ അല്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഡബിൾ സർക്കുലേഷൻ കനോട്ട് ബി ഒബ്സർവ്ഡ് ഇൻ ഫ്രോഗ്, ഈഗിൾ, ഫിഷ്, സ്നേക്ക്. ഡബിൾ സർക്കുലേഷൻ ആരിലാണ് നടക്കാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഡബിൾ സർക്കുലേഷൻ എന്താ നമുക്ക് നോക്കാം. എന്താണ് ഡബിൾ സർക്കുലേഷൻ? ഡബിൾ സർക്കുലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 അറകളുള്ള, ഹൃദയത്തിന് 4 അറകളുള്ള ജീവികളിൽ ഒരേ രക്തം തന്നെ 2 തവണ കയറി ഇറങ്ങി പോകുന്നുണ്ട്. അതിനെയാണ് ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പം 4 അറകളുള്ള ജീവികളിൽ എന്ത് ചെയ്യുന്നു? ഒരേ രക്തം 2 തവണ കയറുന്നു. അതാണ് ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 3 അറകളുള്ള ജീവികളിൽ എന്താ നടക്കുന്നത്? 3 അറകളുള്ള ജീവികളിൽ എന്താ നടക്കുന്നത്? അത് നമ്മുടെ ഹൃദയത്തിൻ്റെ 4 ചേംബർ എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ഏട്രിയത്തിൽ വന്ന് കയറി ഇവിടെ വന്ന് ഒന്ന് പുറത്തിറങ്ങി, അല്ലയോ? പിന്നെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഒന്ന് കയറി
പുറത്തിറങ്ങി. അപ്പോൾ ഒരേ രക്തം 2 തവണ കയറുന്നുണ്ട്, അതാണ് ഡബിൾ സർക്കുലേഷൻ 4 അറകളുള്ള ജീവികളിൽ. ഇനി 3 അറകളുള്ള ജീവികളിൽ എന്തുവാ, അല്ലയോ, 3 അറകളാണുള്ളത്. അപ്പം ഒന്ന് കയറി ഇറങ്ങി, പിന്നെ ഒന്ന് കയറി, 4ാമത്തെ കംപ്ലീറ്റ് ചെയ്യാൻ അവിടെ അറയുണ്ടോ, ഇല്ല. അപ്പോൾ അവിടെ എന്താ വരുന്നത്, ഇവിടെ വരുന്നത് ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ ആണ് വരുന്നത്. ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ ആണ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് 3 അറകളുള്ള ജീവികളിൽ. ഇനി 2 അറകളുള്ള ജീവികളിലോ, 2 അറകളുള്ള ജീവികളിൽ എന്തുവാ, ഒന്ന് കയറി ഇറങ്ങി, ഇത്രയേ ഉള്ളൂ. അതായത് സിംഗിൾ സർക്കുലേഷൻ. ഇവിടെ എന്താ നടക്കുന്നത്, സിംഗിൾ സർക്കുലേഷൻ ആണ് നടക്കുന്നത്. മനസ്സിലായോ? അപ്പം 2 അറകളുള്ള ജീവികളാണ് എന്ത്, മത്സ്യം എന്ന് പറയുന്നത്. ഇവിടെ ഫിഷ് ഉണ്ടല്ലോ. ഇപ്പൊ 2 അറകളുള്ള ജീവികളിൽ നടക്കുന്നത് എന്താ, സിംഗിൾ സർക്കുലേഷൻ ആണ് നടക്കുന്നത്. ഇവിടെ ആൻസർ എന്താ, ഫിഷ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The amount of dash in a plant cells alters its structure in order to facilitate movement. Water, protein, hormone, electrochemical impulses. അപ്പോൾ പ്ലാന്റ് സെല്ലിനകത്ത് അതിൻ്റെ സ്ട്രക്ചറിനെയും മൂവ്മെൻറ്റിനെയും ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്തുവാ, എമൗണ്ട് ഓഫ് വാട്ടർ ആണ്. അതായത് നമ്മുടെ സസ്യകോശങ്ങൾ ജലത്തിനെ ആഗിരണം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ജലത്തിനെ ആഗിരണം ചെയ്യുമ്പം അവിടെ ഒരു പ്രഷർ അനുഭവപ്പെടുന്നുണ്ട്, ടർജർ പ്രഷർ എന്ന് പറയും. ഇതുണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ സസ്യകോശം ജലത്തിനെ ആഗിരണം ചെയ്യുക. ആഗിരണം ചെയ്യുമ്പോഴത്തേക്കിനും വാക്യൂള്, ഫേനം എന്ത് ചെയ്യും, വീർക്കും. വാക്യൂൾ ഒന്ന് വീർക്കും. നമുക്കറിയാം ഒരു സസ്യകോശത്തിൻ്റെ 90% വാക്യൂൾ ആയിരിക്കുന്നത്, ഇല്ലയോ? അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു സസ്യകോശമാണെങ്കിൽ അതിൻ്റെ 90% എന്തുവാ, വാക്യൂളാണ്. അപ്പോൾ ഇത് ജലത്തിനെ ആഗിരണം ചെയ്യുമ്പം ഈ വാക്യൂൾ എന്ത് ചെയ്യും, അന്ന് വീർക്കും. വാക്യൂൾ വീർക്കുമ്പോഴത്തേക്കിനും ഇത് സെൽ മെംബ്രെയിനെ ഒന്ന് തള്ളി സെൽ വോളിൻ്റെ അടുത്തേക്ക് സെൽ മെംബ്രെയിനെ ഒന്ന് തള്ളും. മനസ്സിലായോ? അങ്ങനെ തള്ളുമ്പോഴത്തേക്കിനും നമ്മൾ നേരത്തെ പഠിച്ചത് ഗ്വാഡ് സെൽസ് ഉണ്ടല്ലോ, ആ ഗ്വാഡ് സെൽസ് എന്ത് ചെയ്യും, അതിൻ്റെ സ്റ്റൊമാറ്റയുടെ ഓപ്പണിങ്ങിനെയും ക്ലോസിങ്ങിനെയും ഒക്കെ ഒന്ന് നിയന്ത്രിക്കും. മനസ്സിലായോ? അപ്പോൾ അതിനെല്ലാം നിയന്ത്രിക്കുന്ന എന്തുവാ, ഇവിടെ ആദ്യം സംഭവിച്ചെന്തോ, ജലത്തിൻ്റെ ആഗിരണമാണ്. ജലത്തിൻ്റെ ആഗിരണം കൂടുമ്പോഴത്തേക്കിനും ഇവിടെ വീർക്കും, വാക്യൂൾ വീർക്കും. വാക്യൂൾ വീർക്കുമ്പോഴത്തേനും സെൽ മെംബ്രെയിനെ സെൽ വോളിലേക്ക് തള്ളും. അങ്ങനെ തള്ളുമ്പോഴത്തേക്കിനും അവിടെ ഒരു ടർജർ പ്രഷർ ഉണ്ടാവും. ഈ ടർജർ പ്രഷർ മൂലം ടർജർ പ്രഷർ ആണ് എന്തിനെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ഗ്വാഡ് സെൽസിനെ വെച്ചിട്ട് സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, മൂവ്മെന്റിനെ ഫെസിലിറ്റി ചെയ്യുക, അതൊക്കെ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ആൻസർ എന്തുവാ, ആൻസർ എ, വാട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following option is not correctly matched? Malaria, protozoa, measles, bacteria, tetanus, bacteria, typhoid, bacteria. അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടല്ലാതെ കൊടുത്തിരിക്കുന്ന ഏതാ, ഓപ്ഷൻ ബി ആണ്, മീസൽസ്. മീസൽസ് ബാക്ടീരിയ അല്ല, അതെന്താണ്, അത് വൈറസ് ആണ്. ഓക്കെ, ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, some features of transportation in plants are mentioned below. Which option shows the incorrect feature? തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത്. ഒന്നാമത്തത്, മൂവ്മെന്റ് ഓഫ് ബോത്ത് വാട്ടർ ആൻഡ് ഫുഡ് ഈസ് ബൈഡയറക്ഷണൽ. രണ്ടാമത്തത്, വാട്ടർ മൂവ്മെന്റ് ഈസ് ബൈ സിമ്പിൾ ഫിസിക്കൽ ഫോഴ്സസ്, ഫുഡ് മൂവ്മെന്റ് റിക്വയർസ് എനർജി. മൂന്നാമത്തത്, സൈലം ട്രാൻസ്പോർട്ട്സ് വാട്ടർ ആൻഡ് ഫ്ലോയം ട്രാൻസ്പോർട്ട്സ് ഫുഡ്. നാലാമത്തത്, വെസൽസ് ആൻഡ് ട്രക്കീഡ്സ് ആർ ഡെഡ് സെൽസ് ആൻഡ് സീ ട്യൂബ്സ് ആർ ലിവിങ്. അപ്പോൾ ഇതിനകത്ത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് താഴേന്ന് വരാം. വെസൽസ് ആൻഡ് ട്രക്കീഡ്സ്, നമ്മുടെ സൈലത്തിൽ കാണപ്പെടുന്ന 2 കോശങ്ങളാണ് വെസൽസും ട്രക്കീഡ്സും. അത് രണ്ടും എന്താ, ഡെഡ് സെൽസ് ആണ്. അതേപോലെ ഫ്ലോയത്തിൽ കാണപ്പെടുന്നതാണ് സീവ് ട്യൂബ്സ്, സീവ് നാളികൾ എന്ന് പറയും. അതെന്താ, ലിവിങ് സെല്ല. അപ്പോൾ ഇതെന്താ, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് കറക്റ്റ് ആണ്, ട്രൂ ആണ്. ഓക്കെ, മൂന്നാമത്തെ നോക്കിയേ, സൈലം ട്രാൻസ്പോർട്ട്സ് വാട്ടർ ആൻഡ് ഫ്ലോയം ട്രാൻസ്പോർട്ട്സ് ഫുഡ്. ശരിയല്ലയോ? നമ്മുടെ മണ്ണിനകത്തുള്ള ജലവും ലവണവും മേളിലേക്ക് എത്തിക്കുന്ന ആരാ, നമ്മുടെ സസ്യത്തിന്റെ അടുക്കള, അതാണ് ഇല. ഇലയിലേക്ക് എത്തിക്കുന്ന ആരാ, സൈലമാണ്. ഇലയിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം സസ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ആരാ, ഫ്ലോയമാണ്. മനസ്സിലായോ? അപ്പോൾ ഇതും ട്രൂ ആണ്. അടുത്ത, വാട്ടർ മൂവ്മെന്റ് ഈസ് ബൈ സിമ്പിൾ ഫിസിക്കൽ ഫോഴ്സ്, ഫുഡ് മൂവ്മെന്റ് റിക്വയർസ് എനർജി. വാട്ടർ മൂവ്മെന്റ് നമുക്കറിയാം, റൂട്ട് പ്രഷർ എന്ന് പറയും. അതായത് താഴെയുള്ള വേര് ആ ജലത്തിനെയും ലവണത്തിനെയും മേളിലെത്തിക്കുന്ന ഒരു പ്രഷറാണ് റൂട്ട് പ്രഷർ എന്ന് പറയും. അതൊരു സിമ്പിൾ ഫിസിക്കൽ ഫോഴ്സ് ആണ്. പക്ഷേ ഫുഡ് മൂവ്മെന്റിന് എനർജി ആവശ്യമുണ്ട്. അപ്പോൾ ഇതെന്തുവാ, ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, ഒന്നാമത്തെ നോക്ക്, മൂവ്മെന്റ് ഓഫ് ബോത്ത് വാട്ടർ ആൻഡ് ഫുഡ് ഈസ് ബൈ ഡയറക്ഷണൽ. അത് തെറ്റാണ്. നമ്മളിവിടെ പറഞ്ഞു സൈലം ട്രാൻസ്പോർട്ട്സ് വാട്ടർ.
അതായത് മണ്ണിനകത്തുള്ള ജലവും ലവണവും എവിടേക്ക് എത്തിക്കുന്നു? ഇലയിലേക്ക് എത്തിക്കുന്നു. ഒറ്റ ഡയറക്ഷനിലാണ്. അപ്പം വാട്ടർ എന്ന് പറഞ്ഞാൽ എന്തുവാ? സൈലം വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? യൂണി ഡയറക്ഷനല്ല, യൂണി ഡയറക്ഷനിലാണ്. പക്ഷെ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫുഡ് ബൈ ഡയറക്ഷനിലാണ്. ഫ്ലോയം കൊണ്ടുവന്ന ഫുഡ് ബൈ ഡയറക്ഷനിലാണ്. അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഡിസീസ് ഈസ് ട്രീറ്റഡ് ബൈ ആൻജിയോപ്ലാസ്റ്റി? ക്യാൻസർ, കാർഡിയാക് ഡിസീസ്, ലെപ്രസി, ഡയബറ്റീസ്. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി നമുക്ക് സ്ഥിരം കേൾക്കുന്നതാണ്. എന്താ? കാർഡിയാക് ഡിസീസിന് വേണ്ടി ചെയ്യുന്നതാണ് ആൻജിയോപ്ലാസ്റ്റി. മനസ്സിലായോ? അതായത് നമ്മുടെ കൊറോണറി ധമനിയിൽ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്ക് ഉണ്ടോ എന്ന് കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയാണ് എന്ത്? ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. ആൻജിയോഗ്രാം. ആ ബ്ലോക്കിനെ നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് ആൻജിയോപ്ലാസ്റ്റി. ഇനി മൾട്ടിപ്പിൾ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ചെയ്യുന്നതാണ് എന്ത്? ബൈപ്പാസ് സർജറി. ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത്, കിഡ്നി ഈസ് ആൻ ഓർഗൻ ഓഫ് എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ ഇൻ ഹ്യൂമൻ. റെഗുലേഷൻ ഓഫ് വിച്ച് ടു സബ്സ്റ്റൻസ് ഇസ് ഡൺ ബൈ ദ കിഡ്നീസ്? നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഇതിന്റെ ഡയറക്റ്റ് ആൻസറിലോട്ട് പോകാമല്ലോ. കാർബൺ ഡയോക്സൈഡ്, പ്രോട്ടീൻ, ഷുഗർ, സാൾട്ട്, വാട്ടർ ആൻഡ് ഓക്സിജൻ. എന്താ ആൻസർ? വാട്ടറിന്റെയും സാൾട്ടിന്റെയും. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹീമോഫീലിയ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡിസീസ് ഡ്യൂ ടു ഡെഫിഷ്യൻസി, ജനറ്റിക് ഡിസീസ്, കോണ്ടേജിയസ് ഡിസീസ്, ഒക്കുപേഷണൽ ഡിസീസ്. എന്താ? ഹീമോഫീലിയ എന്ന് പറയുന്നത് ഒരു ജനറ്റിക് ഡിസീസ് ആണ്. പണ്ട് എക്സാമുകൾക്കൊക്കെ നമ്മുടെ വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി ഡിസീസ് ആയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? ഹീമോഫീലിയ കൊടുത്തിട്ടുണ്ട്, ആൻസർ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് തെറ്റാ. വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തുവാ? ഹെമറേജ് ആണ്. ഈ ഹീമോഫീലിയ എന്ന് പറഞ്ഞൊരു ജനറ്റിക് ഡിസോർഡർ ആണ്. മനസ്സിലായോ? നമ്മുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ എന്ന് പറയുന്നത്. ആ ഫൈബ്രിനോജന്റെ ജീനിന് ചില തകരാറ് സംഭവിക്കുമ്പം എന്ത് ചെയ്യും? രക്തം കട്ട പിടിക്കാതിരിക്കും. അപ്പം ചെറിയ മുറിവിൽ നിന്ന് പോലും എന്ത് ചെയ്യും? രക്തം നല്ല രീതിയിൽ ഒഴുകും. അതാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഇത് രാജകീയ കുടുംബത്തിൽ, ബ്രിട്ടനിലെ റോയൽ ഫാമിലിയിൽ ഉള്ളതുകൊണ്ടാണ് ഇതിനെ എങ്ങനെ അറിയപ്പെടുന്നത്? റോയൽ ഡിസീസ് എന്നറിയപ്പെടുന്നത്. മനസ്സിലായോ? അതാണ് ഹീമോഫീലിയ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രോട്ടീൻ സ്പ്ലിറ്റിംഗ് എൻസൈം? പ്രോട്ടീൻ സ്പ്ലിറ്റിംഗ് എൻസൈം. ഓക്കെ, ഇതിനകത്ത് പ്രോട്ടീനെ സ്പ്ലിറ്റ് ചെയ്യുന്ന എൻസൈം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അമിലേസ്, ലിപ്പേസ്, ടൈലിൻ, പെപ്സിൻ. ഇത് പഠിക്കാൻ വേണ്ടി നമ്മൾ ഓർത്തു വെച്ചേക്കുന്ന 3 കാര്യങ്ങളാണ്. ഈ ഡൈജസ്റ്റീവ് ഗ്ലാൻഡിനെ പറ്റി പഠിക്കാനുള്ള 3 കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, എവിടെയെങ്കിലും അമിലേസ് എന്നുണ്ടെങ്കിൽ ആരെ വിഘടിപ്പിച്ചോണം? അന്നജത്തെ വിഘടിപ്പിച്ചോണം. അന്നജം, ഓർ ഇംഗ്ലീഷിൽ സ്റ്റാർച്ച് എന്ന് പറയും. സ്റ്റാർച്ചിനെ ബ്രേക്ക് ചെയ്യും. അമിലേസ് ഉണ്ടെങ്കിൽ അത് ആരെയായിരിക്കും? അന്നജം അല്ലെങ്കിൽ സ്റ്റാർച്ച്. എവിടെയെങ്കിലും ലിപ്പേസ് ഉണ്ടെങ്കിൽ അത് ആരെയായിരിക്കും? ഫാറ്റിനെ ആയിരിക്കും. മനസ്സിലായോ? ഇനി കേട്ടാൽ മനസ്സിലാകാത്തൊരു പേരാണ്. ഇപ്പോൾ ഒരു പേര് തന്ന് അത് ഇന്നതിനെ ആയിരിക്കും വിഘടിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ അത് ആരെയായിരിക്കും? അത് പ്രോട്ടീനെ ആയിരിക്കും. മനസ്സിലായോ? എങ്കിൽ അത് പ്രോട്ടീനെ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അമിലേസ്, ലിപ്പേസ്, ടൈലിൻ, പെപ്സിൻ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവാത്ത 2 പേരുകളുണ്ട്. ടൈലിൻ എന്ന് പറയുന്നത്. ഈ ടൈലിൻ എന്ന് പറയുന്നത് എന്തുവാ? സലൈവറി അമിലേസിന്റെ മറ്റൊരു പേരാണ്. സലൈവറി അമിലേസിന്റെ മറ്റൊരു പേരാണെന്ത്? ടൈലിൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ കോഡ് വെച്ച് നോക്കിയേ. അമിലേസ് അന്നജത്തിനെയാ, ലിപ്പേസ് ഫാറ്റിനെയാ, ടൈലിൻ സലൈവറി അമിലേസ് ഉണ്ട് അന്നജത്തിനെയാണ്. അപ്പൊ കൂട്ടത്തിൽ കേട്ടാൽ മനസ്സിലാത്ത പേര് ഏതാ? പെപ്സിൻ. പെപ്സിൻ ആണ് ഇവിടെ എന്താ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? പെപ്സിൻ, ട്രിപ്സിൻ, ഡൈപെപ്റ്റിഡേസ് ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീനെ വിഘടിപ്പിക്കുന്ന എൻസൈമുകളാണെന്ന് ഓർത്തു വെച്ചോണം. അടുത്തത്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ സെൽസ് ലാക്ക് സൈറ്റോപ്ലാസം, വാക്യൂൾസ്, സെൽ വാൾ, ന്യൂക്ലിയസ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ നമുക്കറിയാം സസ്യകോശങ്ങളുടെ അല്ലെങ്കിൽ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന കോശങ്ങളാണ് എന്ത്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ആ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൽ എന്തില്ല? വാക്യൂൾസ് ആണ് ഇല്ലാത്തത്, ഫേനം ഇല്ല. ഓർത്തോണം, നമ്മൾ ഫേനം പഠിക്കുമ്പോൾ പറയുന്നതാണ് സസ്യകോശങ്ങളും ജന്തുകോശത്തിലും എന്തുണ്ട്? ഫേനമുണ്ട്, വാക്യൂളുണ്ട്. പക്ഷേ വലിയ ഫേനം കാണപ്പെടുന്ന, വലിയ വാക്യൂൾ കാണപ്പെടുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്യകോശത്തിലാണ്. ക്ലിയർ ആണല്ലോ? പക്ഷെ അതിനകത്തൊരു എക്സെപ്ഷൻ ആണ് എന്ത്? സസ്യകോശങ്ങളിൽ മെരിസ്റ്റമിക കോശങ്ങളിൽ, മെരിസ്റ്റമിക കലകളിൽ എന്തില്ല? ഫേനം ഇല്ല അല്ലെങ്കിൽ വാക്യൂൾ ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
Which of the following vessels carries blood away from the heart to various organs of the body except the lungs? ഏതാ? പൾമണറി ആർട്ടറി, പൾമണറി വെയിൻ, വീനക്കാവ, അയോർട്ട. എന്താ? ഹൃദയത്തിൽ നിന്നും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴൽ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അയോർട്ടയാണ്. ഓക്കെ, നമുക്ക് പെട്ടെന്നൊന്ന് ഞാൻ ഹൃദയം ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് വരച്ച് കാണിച്ചു തരാം. താണ്ടെ ഇത് നമ്മുടെ ഹൃദയമാണെന്ന് വിചാരിച്ചു. 4 അറകളുണ്ടല്ലോ, 4 അറകളുണ്ട്. താണ്ടെ റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇതിനകത്തൂടെ രക്തത്തിനെ ഒന്ന് ഒഴുക്കാം. ഓക്കെ, ശരീരത്തിന് ഭാഗത്തുള്ള അശുദ്ധ രക്തങ്ങൾ റൈറ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ, അതാണ് വീനക്കാവ എന്ന് പറയുന്നത്. വീനക്കാവയാണ് ശരീരത്തിന്റെ പല ഭാഗത്തുള്ള അശുദ്ധ രക്തം ഹൃദയത്തിന്റെ വലത്തെ ഏട്രിയത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഏതൊക്കെ വീനക്കാവയാന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്പീരിയർ വീനക്കാവ, ഇൻഫീരിയർ വീനക്കാവ. ഓക്കെ, ഇവിടെ കയറിയ രക്തം നേരെ എങ്ങോട്ട് പോകും? റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകും. റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകും. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പുറത്തു പോകുന്ന രക്തം നേരെ പോകുന്ന എങ്ങോട്ടേക്കാ? ലങ്സിലേക്കാണ് പോകുന്നത്. ലങ്സിൽ പോകുന്ന ഈ രക്തക്കുഴലാണ് പൾമണറി ആർട്ടറി എന്ന് പറയുന്നത്. പൾമണറി ആർട്ടറി എന്ന് പറയും. ഓക്കെ, ഇനി ലങ്സിൽ നിന്നും തിരിച്ച് എവിടോട്ട് വരും? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരും. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും ലെഫ്റ്റ് വെൻട്രിക്കിൾ, അവിടെ നിന്ന് എന്ത് ചെയ്യും? അയോർട്ട വഴി പുറത്തേക്ക് പോകും. ഈ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കയറുന്ന രക്തക്കുഴലാണ് പൾമണറി വെയിൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ജസ്റ്റ് ഞാൻ പെട്ടെന്നൊന്ന് വരച്ചതേ ഉള്ളൂ. ഈ സ്ട്രക്ചർ നോക്കിക്കോണം. ഓക്കെ, അപ്പം ഇതിന്റെ ആൻസർ എന്തുവാ? ഹൃദയത്തിൽ നിന്നും മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് അയോർട്ട. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ അല്ലെങ്കിൽ ധമനികൾ ചോദിച്ചു കഴിഞ്ഞാൽ അയോർട്ടയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. Which statement regarding molecular movements of virus is correct? Inactive until they infect some cells. Metabolism is absent in virus. A virus does not grow in an artificial medium. Virus do not respire. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ളത് ഏതാ? നമുക്കറിയാം, വൈറസിനകത്ത് കോശമേ ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, കോശമില്ലാത്തതുകൊണ്ട് അവിടെ എന്ത് നടക്കുന്നില്ല? മെറ്റാബോളിസം നടക്കുന്നില്ല, അല്ലയോ? അല്ല, മെറ്റാബോളിസം ഈസ് ആബ്സെന്റ് ഇൻ വൈറസ് എന്ന് എഴുതിയേക്കുന്നത്. മനസ്സിലായോ? അപ്പം വൈറസിനകത്ത് മെറ്റാബോളിസം ആബ്സെന്റ് അല്ല. അതേപോലെ തന്നെ വൈറസ് ഡസ് നോട്ട് ഗ്രോ ഇൻ ആൻ ആർട്ടിഫിഷ്യൽ മീഡിയം. വൈറസ് ഡു നോട്ട് റെസ്പയർ. ഓക്കെ, ഇതിനകത്ത് ഇതെല്ലാം തെറ്റാണ്. വരുന്നത് എന്തുവാ? ഇനാക്റ്റീവ് അണ്ടിൽ ദേ ഇൻഫെക്ട് സം സെൽസ്. ഒരു ശരീരത്തിലേക്ക് കയറുമ്പോൾ മാത്രമാണ് ആര് ആക്റ്റീവ് ആവുന്നത്? വൈറസ് ആക്റ്റീവ് ആവുന്നത്. ഒരു ഹോസ്റ്റിന്റെ ശരീരത്തിൽ കയറുമ്പോൾ മാത്രമാണ് എന്ത് ആക്റ്റീവ് ആവുന്നത്? വൈറസ് ആക്റ്റീവ് ആവുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ബാക്ടീരിയൽ ഡിസീസ്. ട്യൂബർകുലോസിസ്, സെഫലിസ്, എയ്ഡ്സ്, ഗൊണേറിയ. അപ്പോൾ ഇതിനകത്ത് ബാക്ടീരിയൽ ഡിസീസ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്യൂബർകുലോസിസ് നമുക്കറിയാം, അതൊരു ബാക്ടീരിയൽ രോഗമാണ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് മൂലം ഉണ്ടാവുന്നതാണ് എന്ത്? ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത്. സെഫലിസ്, ട്രിപ്പോണിമ പലേഡിയം കൊണ്ടുണ്ടാവുന്ന ഒരു രോഗമാണ് സെഫലിസ്. അതും ഒരു ബാക്ടീരിയൽ രോഗമാണ്. എയ്ഡ്സ് എന്തുവാ? HIV വൈറസ് കൊണ്ടുണ്ടായ HIV വൈറസ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം വൈറസ്, അതാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസിന്റെ ഫുൾ ഫോം. ഇനി ഗൊണേറിയ, ഇതും എന്താ? ബാക്ടീരിയൽ രോഗമാണ്. അപ്പോൾ ഇതിനകത്ത് എയ്ഡ്സ് ആണ് എന്ത്? വൈറസ് രോഗം എന്ന് പറയുന്നത്. അടുത്തത്, സം ബാക്ടീരിയ ആർ ഫോട്ടോസിന്തറ്റിക്. വേർ ആർ ദ photosynthetic pigments located in these cells? Chloroplast on special membranes, in the cell cytoplasm, in the infolding of the plasma membrane. അപ്പം ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയയിൽ എവിടെയാണ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ മനസ്സിലാക്കുക, ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയയിൽ എന്തില്ല? ക്ലോറോപ്ലാസ്റ്റുകളില്ല. അപ്പം അതിന് പകരമായിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫോൾഡിങ്സ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ്റെ ഇൻഫോൾഡിങ്സിലാണ് ഈ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. വേർ ഇസ് ദ ബൗമൻസ് ക്യാപ്സ്യൂൾ ലൊക്കേറ്റഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി? പ്രത്യേകിച്ച് അതിൻ്റെ ആൻസർ ഞാൻ പറയണ്ട. ലങ്സ്, സ്റ്റൊമക്ക്, ലിവർ, കിഡ്നി. നമ്മൾ പഠിച്ചതാണ് കിഡ്നി. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഓഫ് എ ഫ്ലവർ ഡെവലപ്സ് ഇൻ ടു എ ഫ്രൂട്ട് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ? ഫെർട്ടിലൈസേഷന് ശേഷം ഒരു ഫ്ലവർ
ഫ്ലവറിൻ്റെ ഏത് ഭാഗമാണ് ഫ്രൂട്ടായിട്ട് മാറുന്നതെന്നാണ് ചോദ്യം. പെസ്റ്റൽ, ഓവറി, ഓവ്യൂൾ, പെറ്റൽ. അപ്പം ഫ്ലവറിൻ്റെ ഏത് പാർട്ടാണ് ഫ്രൂട്ടായിട്ട് മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. പെസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ആ എൻറ്റയർ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ്, ഒരു സസ്യത്തിൻ്റെ എൻറ്റയർ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. സ്റ്റൈല്, സ്റ്റിഗ്മ, ഓവറി, ഇത് മൂന്നും ചേരുന്ന ആ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെയാണ് നമ്മൾ പെസ്റ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് സ്റ്റൈല്, സ്റ്റിഗ്മ, ഓവറി, ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ പെസ്റ്റൽ എന്ന് പറയുന്നത്. പെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഇതളുകളാണ് എന്ത്? പെറ്റൽ. ഓവ്യൂൾ എന്തായിട്ട് മാറുക? സീഡായിട്ട് മാറുന്നത് ഓവ്യൂളുമാണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ് ടു മെഷർ ബ്ലഡ് പ്രഷർ? ബ്ലഡ് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണെന്ത്? സ്ഫിഗ്മോ മാനോമീറ്റർ. സ്ഫിഗ്മോ മാനോമീറ്റർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which elements of xylem are made of dead cells and yet are responsible for the movement of water and minerals in plants? നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെന്റിൽ കണ്ട ഒരു ചോദ്യമാണ്, ഇല്ലയോ? സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഇതിന്റെ ഉത്തരം നമ്മൾ കിട്ടിയായിരുന്നു. ട്രക്കീഡ്സ് ആൻഡ് സൈലം, സൈലം പാരൻകീമ, ട്രക്കീഡ്സ് ആൻഡ് സൈലം ഫൈബർ, വെസൽസ് ആൻഡ് സൈലം പാരൻകീമ, ട്രക്കീഡ്സ് ആൻഡ് വെസൽസ്. നമ്മൾ അവിടെ വായിച്ചായിരുന്നു ട്രക്കീഡ്സ് ആൻഡ് വെസൽസ്. സൈലത്തിൽ കാണപ്പെടുന്ന ഡെഡ് സെൽസ് ആണ് എന്ത്? ട്രക്കീഡ്സ് ആൻഡ് വെസൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്താ? ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ സബ് യൂണിറ്റ് കോമ്പോസിഷൻ ഓഫ് പ്രൊക്യാരിയോട്ടിക് റൈബോസോം? ഓക്കെ. നമ്മുടെ ഈ റൈബോസോമിന്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ, റൈബോസോം എന്ന് പറയുന്നത് സെൽ ഓർഗനിലെ യൂക്യാരിയോട്ടിലും പ്രോക്യാരിയോട്ടിലും ഒരേപോലെ കാണപ്പെടുന്ന ഒരു കോശാംഗമാണെന്ത്? റൈബോസോം എന്ന് പറയുന്നത്. പ്രോക്യാരിയോട്ടിക് റൈബോസോമിന് ഒരു പേരുണ്ട്. പ്രോക്യാരിയോട്ടിക് റൈബോസോമിന്റെ പേരാണെന്ത്? 70S എന്ന് പറയും. യൂക്യാരിയോട്ടിക് റൈബോസോമിന്റെ പേരാണ് 80S എന്ന് പറയും. അതായത് ആണ്ടേ ഇങ്ങനെ ഇരിക്കുന്ന രണ്ട് സബ് യൂണിറ്റ് വരുക, ഇങ്ങനെ വരുമല്ലോ. ഇതിന്റെ രണ്ട് സബ് യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 50Sഉം 30Sഉം ആണ്. 70Sന്റെ രണ്ട് സബ് യൂണിറ്റ് ആണ് ഏതൊക്കെ? 50Sഉം 30Sഉം. അതേപോലെ യൂക്യാരിയോട്ടിക് റൈബോസോം ആണ് 80S. ഇതിന്റെ രണ്ട് സബ് യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 60Sഉം 40Sഉം. ക്ലിയർ ആണല്ലോ? മനസ്സിലായോ? ഒരിക്കലും ഞാൻ കണക്ക് കൂട്ടി തെറ്റിച്ച് വെച്ചതല്ല ഇവിടെ. ഇതിങ്ങനെ തന്നെ പഠിച്ചു വേണം. 50, 30 വന്നാൽ 80 അല്ലേ എന്ന് ചോദിക്കരുത്. പ്രൊക്യാരിയോട്ടിക് റൈബോസോം എന്താ? 70S ആണ്. അതിന്റെ സബ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50Sഉം 30Sഉം ആണ്. ഒരിക്കലും ഇത് കൂട്ടി എഴുതുമല്ല ഇവിടെ. മനസ്സിലായോ? യൂക്യാരിയോട്ടിക് റൈബോസോം എന്തുവാ? 80S എന്ന് പറയും. അതിന്റെ രണ്ട് സബ് യൂണിറ്റ് ആണ് 60Sഉം 40Sഉം. ഈ എസ് എന്ന് പറയുന്നത് എന്തുവാ? സ്വെഡ്ബർഗ് യൂണിറ്റ് എന്ന് പറയും. സ്വെഡ്ബർഗ് യൂണിറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? ഈ എസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഇത്രയും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. നമുക്കിനി ആ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സബ് യൂണിറ്റ് കോമ്പോസിഷൻ ഓഫ് പ്രൊക്യാരിയോട്ടിക് റൈബോസോം? 50S 40S, 50S 30S, 60S 30S, 60S 40S. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താ? പ്രൊക്യാരിയോട്ടിക് റൈബോസോമിന്റെ പേരെന്തുവാ? 70S. അതിന്റെ രണ്ട് സബ് യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 50Sഉം 30Sഉം. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഗ്രൂപ്പ് ഡി വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി, RRB ഗ്രൂപ്പ് ഡിക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള, അത് മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. 2022-23 കാലഘട്ടത്തിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള, ഗ്രൂപ്പ് ഡിക്കും മറ്റ് റെയിൽവേയുടെ എക്സാമിനും ഒക്കെ ചോദിച്ചിട്ടുള്ള ബയോളജിയിലെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ലെവലിൽ ഉള്ള ചോദ്യങ്ങളായിരിക്കും ഇനിയും വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കണക്റ്റിംഗ് ഫാക്ട്സ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം ക്ലാസ്സുകൾ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് വീണ്ടും ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.